പ്രൊഫഷണൽ സ്പായുടെ കഥ ഞാൻ പറയാൻ പോയാൽ എനിക്ക് ഒരു പേജിനപ്പുറം ഡയലോഗുകൾ കിട്ടൂല. കാരണം സംഭാഷണങ്ങളേ ഇല്ല. ഏതെങ്കിലും ഒരു ഇടം കണ്ടിട്ട് എന്ന ഇടത്തിൽ ഒരു സീൻ ഉണ്ടാക്കാമെന്ന മട്ടിലല്ല ഞാൻ സിനിമ ചെയ്യുന്നത്. അതിന് പ്രോപ്പറായിട്ടുള്ള തിരക്കഥയുണ്ട്. എങ്ങനെയാണ് സാറിന് ഈ ബ്ലാക്ക് കോമഡി ഇത്തരം കുറുക്ക് കൊള്ളുന്ന ഡയലോഗുകൾ കിട്ടുന്നത്? ഘട്ടത്തിൽ മറയത്ത് കഴിഞ്ഞിട്ട് ഒരു റൊമാൻറ്റിക് ഹീറോ ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഒരു 10 വയസ്സുള്ള കുട്ടിയുടെ ഒരു പിതാവ് സാമ്പത്തികമായി ഒരു ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന മനുഷ്യൻ, അയാളുടെ എനർജി മാറും, അയാളുടെ ബോഡി ലാംഗ്വേജ് മാറും. അപ്പോൾ ആ ക്യാരക്ടറിലേക്കുള്ള ട്രാൻസിഷനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു നിങ്ങളത് ചെയ്തത്. എൻ്റെ താടി ഇത്രയും നരയ്ക്കാൻ കാരണം ഈ പ്രഷർ പോകുന്നതുകൊണ്ടാണ്. ഓരോ സിനിമയും ഒരു 5 വർഷത്തെ പ്രഷർ നമുക്ക് വരും. അരിസ്റ്റോ സുരേഷിനെ ഞാൻ ആക്ട് ചെയ്യാൻ വേണ്ടി വിളിച്ചു. ഞാൻ വന്നപ്പോൾ തന്നെ ഇങ്ങനെ നിൽക്കാൻ പറഞ്ഞു. ഡിറ്റോ സുരേഷ് കോപ്പി ചെയ്ത് കാണിച്ചു. ഞാൻ പറഞ്ഞു ഓക്കെ ഫിക്സ്ഡ്. ഹാപ്പി എൻഡിങ് കിട്ടിക്കഴിയുമ്പോൾ ഈ ആക്ടേഴ്സിൻ്റെ റിയാക്ഷൻ ഉണ്ടല്ലോ, ആ റിയാക്ഷൻ എങ്ങനെയാണ് സാർ അവർക്ക് ബ്രീഫ് ചെയ്ത് കൊടുത്തെന്ന് ആ സിനിമ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി തോന്നി. മിടുക്കന്മാരായിട്ടുള്ള ആർട്ടിസ്റ്റുകളായതുകൊണ്ട് ഞാൻ പിന്നെ അധികം വിശദീകരിച്ച് കൊടുക്കേണ്ടി വന്നില്ല. സ്പാ പോലുള്ള ഒരു മൂവി ചെയ്യുമ്പോൾ നെഗറ്റീവ് രീതിയിൽ ഒരു വൈറലാവോ എന്നുള്ളൊരു ടെൻഷൻ സാറിനുണ്ടായിരുന്നോ? ഹൊറർ കോമഡി സിനിമ അങ്ങനെ എന്തെങ്കിലും ചിന്തയുണ്ടോ? ഒന്നാമത്തെ ഞാൻ ഹൊറർ സിനിമകൾ കാണാറില്ല. കാരണം എനിക്ക് പ്രേതങ്ങളെ പേടിയാണ്. 90% പരാജയ സാധ്യതയുള്ള ലോകത്തിലെ ഏക ബിസിനസ് ഒരുപക്ഷെ സിനിമയാണെന്ന് വിചാരിക്കും. ചവറ ഫിലിം സ്കൂളിൽ വെച്ച് മലബാർ ജേണൽ സംഘടിപ്പിക്കുന്ന ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ഡയറക്ടർ എബ്രിഷൈൻ ആൻഡ് സ്റ്റുഡൻസ് ഓഫ് ചവറ ഫിലിം സ്കൂൾ. വെൽക്കം സർ. നമസ്കാരം സർ, ഞാൻ സ്പാ മൂവി കണ്ടു. പേഴ്സണലി ഞാൻ ഒരുപാട് എൻജോയ് ചെയ്ത ഒരു സിനിമയാണ്. സിനിമയുടെ ഏകദേശം ഒരു തുടക്കം മുതൽ അവസാനം വരെ ഞാൻ നിർത്താതെ ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത്രമാത്രം സിനിമ എന്നെ എക്സൈറ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, സാറിൻ്റെ മുൻ സിനിമകളെ പോലെ തന്നെ നമ്മളിപ്പോൾ സിനിമയെക്കുറിച്ച് പറയുന്നത്, ഇപ്പോൾ ഒരു സിനിമ കണ്ട് നല്ലതാണെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ ചോദിക്കുന്നത് എന്താ സിനിമയുടെ കഥ എന്നാണ്. പക്ഷേ കഥയില്ലാതെയും ഗ്രാഫില്ലാതെയും നമുക്ക് സിനിമ ചെയ്യാം, സിനിമ ചെയ്ത് പ്രേക്ഷകരെ എൻജോയ് ചെയ്യിപ്പിക്കാം, എക്സൈറ്റ് ചെയ്യിപ്പിക്കാം എന്ന് തെളിയിച്ച സംവിധായകനാണ് എബ്രിഷൈൻ. ഇപ്പോൾ സ്പാ എന്ന സിനിമയിലൂടെ സിനിമ എന്നത് സംവിധായകൻ്റെ കലയാണ് എന്ന് സാറ് അടിവരയിട്ട് പറയുകയല്ലേ ചെയ്യുന്നത്? ഒരു വരിയിലെങ്കിലും അല്ലെങ്കിൽ 2 വരിയിലെങ്കിലും ഒരു പാരഗ്രാഫിലും പറയാൻ പറ്റുന്ന ഒരു ബേസിക് കഥയിൽ നിന്ന് തന്നെയാണ് ഒരു തിരക്കഥ രൂപപ്പെടുന്നത്. സിനിമയുടെ നമ്മൾ ഒരു കഥ മാത്രമായിട്ടല്ലല്ലോ കാണുന്നത്. ഒരു സിനിമ കാണുമ്പോൾ നമ്മൾ അതിൻ്റെ സീക്വൻസുകളാണ്, സീനുകളാണ് കാണുന്നത്, ആർട്ടിസ്റ്റുകളുടെ പെർഫോമൻസുകളാണ് കാണുന്നത്. ഈ പെർഫോമൻസുകൾ ഈ പർട്ടിക്കുലർ കഥയിൽ എങ്ങനെ ബ്ലെൻഡ് ആവുന്നു എന്നുള്ള അനുസരിച്ചിട്ടാണ് അതിൻ്റെ തിരക്കഥ രൂപപ്പെടുന്നത്. അപ്പോൾ പല സ്ട്രക്ചറിലുള്ള തിരക്കഥ ഫോമുകളുണ്ട്. അപ്പോൾ അതിനകത്ത് ഒരു കൺവെൻഷനലായിട്ടുള്ള ഒരു സ്ട്രക്ചർ ഫോളോ ചെയ്തിട്ടുള്ളൊരു സിനിമയല്ലെന്നേ ഉള്ളൂ. അതിനൊരു കഥ വേണമെങ്കിൽ റിവേഴ്സ് ഒരു നരേറ്റീവിൽ വേണമെങ്കിൽ ഒരു കഥ പറയാം. ഒരു സ്പായിൽ അല്ലെങ്കിൽ അത്തരം ഒരിടത്തിൽ ഒരു വെടിവെപ്പ് നടക്കുന്നു. ആ വെടിവെപ്പ് നടക്കുന്ന സ്പാ എത്തരത്തിലുള്ള സ്പായാണ്, അവിടെ വരുന്ന മനുഷ്യരാരൊക്കെയാണ്, അല്ലെങ്കിൽ എന്താണ് ഈ വെടിവെപ്പിലേക്ക് നയിച്ചത് എന്ന മട്ടിലാണ് അതിൻ്റെ കഥ എന്നതാണ് എൻ്റെ കഥ എന്ന് വിചാരിക്കുക. അതാണ് അതിൻ്റെ കഥ. ഒരു സ്പായിൽ നടക്കുന്ന ഒരു ഇൻസിഡൻറ്റ്, അവിടെ ആ ഇടത്തിൽ വരുന്ന മനുഷ്യർ, ഒരു കുറച്ച് ക്യാരക്ടർ ഡ്രിവണാണ്, കുറച്ചൊരു സ്പേസ് സെൻട്രിക് ആയിട്ടുള്ള ഒരു സിനിമയാണ്. അപ്പോൾ ഈ കഥയുടെ റിവേഴ്സ് നരേറ്റീവാണ് അതിൻ്റെ തിരക്കഥ എന്ന് പറയുന്നത്. ഒരു കഥ എടുക്കുന്നു, ആ കഥയെ പിന്നെ നമ്മൾ ഇത്രയോ സീനുകളായിട്ട് 60 70 അല്ലെങ്കിൽ 80 സീനുകളായിട്ട് ഈ സീൻ ടു നമ്മൾ ചേർത്ത് വെച്ചിട്ടാണ് പിന്നീട് അതൊരു സിനിമയായി മാറുന്നത്. അത്തരത്തിൽ കഥയുടെ ഒരു റിവേഴ്സ് നരേറ്റീവാണ് തിരക്കഥയെന്നോ, അല്ലെങ്കിൽ തിരക്കഥയുടെ റിവേഴ്സായിട്ട് നരേറ്റീവായിട്ട് നമുക്ക് കഥ പറയുക എന്ന മട്ടിലാണ് ഇതിനെ ഞാൻ വിശദീകരിക്കാൻ ഇഷ്ടപ്പെടുന്നത്. ഒരു കഥ എടുത്തു കഴിഞ്ഞാൽ ഒരു ബേസിക് കഥ എടുത്തു. ഇപ്പം നമ്മൾ ആ കഥയെ നമ്മൾ ലീനിയറായിട്ട്, നോൺ ലീനിയറായിട്ട്, അല്ലെങ്കിൽ പലതരത്തിൽ ഇതിനെ സ്ട്രക്ചർ ചെയ്യാം. അതൊരു തിരക്കഥയുടെ സ്ട്രക്ചറാണ്. അപ്പോൾ ആ തിരക്കഥയുടെ സ്ട്രക്ചർ കണ്ടിട്ട് ആ സ്ട്രക്ചറിനെ നമ്മൾ പറയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതൊരു കഥയായി മാറില്ല. അപ്പോൾ ആ മൊത്തം സിനിമ എടുത്തിട്ടൊരു കഥയായിട്ട് പറയുമ്പോഴായിരിക്കും അതിൻ്റെ കഥ കിട്ടുക. സാർ, ഇപ്പോൾ സിനിമ എന്നതൊരു ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ളൊരു ബിസിനസ്സും കൂടിയാണ്. അപ്പോൾ സാറിൻ്റെ പല തിരക്കഥകൾക്കും സാറ് തന്നെ ഇൻ്റർവ്യൂസിൽ പറഞ്ഞിട്ടുണ്ട്, പ്രോപ്പറായിട്ടുള്ളൊരു സ്ക്രിപ്റ്റ് കാണില്ല, ഒരു 3 ആക്ട് സ്ക്രിപ്റ്റ് കാണില്ല. അപ്പോൾ ഇത്രയും ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള ഒരു ബിസിനസ്സിൽ ഒരു പ്രോപ്പർ സ്ക്രിപ്റ്റ് ഇല്ലാതെ ക്യാരക്ടർ ഡ്രിവൺ, സിറ്റുവേഷൻ ഡ്രിവൺ സിനിമ എടുത്ത്
പ്രേക്ഷകരുടെ കയ്യടി നേടുക എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല. അതൊരു അസാധ്യ ഫിലിം മേക്കർക്കേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിന് പിന്നിലൊരു വല്ലാത്തൊരു റിസ്ക് എലമെൻ്റ് ഉണ്ട്. കാരണം ഇത്രയും പണം ഇൻവെസ്റ്റ് ചെയ്യുന്നു, പ്രോപ്പറായിട്ടുള്ളൊരു സ്ക്രിപ്റ്റ് ഇല്ല. അപ്പോൾ ഈ ഷൂട്ടിങ്ങിൻ്റെ സമയത്ത് സ്ക്രിപ്റ്റ് ഇല്ലാതെ നമ്മൾ ചെല്ലുമ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വന്നാൽ അതിനെ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്? അപ്പോൾ സാർ അത് എങ്ങനെയാണ്? കാരണം ഒരു പ്രോപ്പർ സ്ക്രിപ്റ്റ് ഇല്ലാതെ ഷൂട്ട് ചെയ്ത ഒരുപാട് ഫിലിം മേക്കേഴ്സ് നമ്മളുടെ ഇൻ്റർനാഷണൽ ലെവലിൽ തന്നെ ഒരുപാട് ഫിലിം മേക്കേഴ്സ് ഉണ്ട്. അപ്പോൾ ഒരു പ്രോപ്പർ സ്ക്രിപ്റ്റ് ഇല്ലാതെ എങ്ങനെയാണ് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നത്? ആ ചോദ്യത്തിലൊരു തെറ്റിദ്ധാരണയുണ്ട്, അല്ലെങ്കിൽ മനസ്സിലാക്കിയതിലൊരു തെറ്റിദ്ധാരണ ഉണ്ടാവാം. ഒരു തിരക്കഥയില്ലാതെ, സ്ക്രിപ്റ്റ് ഒരു തിരക്കഥയാണല്ലോ, തിരക്കഥയില്ലാതെ ഞാൻ സിനിമ ചെയ്തിട്ടില്ല. തിരക്കഥയോടുകൂടി തന്നെയാണ് സിനിമ ചെയ്യുന്നത്. തിരക്കഥ എന്താണ്? ഇതിൻ്റെ ഒരു സ്ക്രിപ്റ്റ് നമ്മൾ വളരെ സീരിയസ് ആയിട്ട് സിനിമയെ നമ്മളിതിനെ ഒരു ഫിലിം മേക്കിംഗ് പ്രോസസ്സിനെ നമ്മൾ കാണുമ്പോൾ നമ്മൾ ഒരു സ്ഥലത്തേക്ക്, ഒരു ഇടത്തിലേക്ക് ചെല്ലുന്നു. ഏതെങ്കിലും ഒരു ഇടം കണ്ടിട്ട് എന്നാ ഇടത്തിൽ ഒരു സീൻ ഉണ്ടാക്കാമെന്ന മട്ടിലല്ല ഞാൻ സിനിമ ചെയ്യുന്നത്. അതിന് പ്രോപ്പറായിട്ടുള്ള തിരക്കഥയുണ്ട്. ആ തിരക്കഥ ഉണ്ടെങ്കിൽ മാത്രമേ ആ പർട്ടിക്കുലർ സീനിൽ, ഒരു ദിവസം നമ്മൾ 4 സീൻ ഷൂട്ട് ചെയ്യണം, അല്ലെങ്കിൽ 3 സീൻ ഷൂട്ട് ചെയ്യണം, അല്ലെങ്കിൽ 1 സീൻ ഷൂട്ട് ചെയ്യണം. ആ ഒരു സീനിൽ ഏതൊക്കെ കഥാപാത്രങ്ങൾ ആണ് ഉള്ളത് ആ സ്പേസിൽ, ഇപ്പോൾ നമ്മൾ ഒരു വീട്, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ വീടിലാണെന്ന് ചെയ്യുക, ഏതൊരു കഥാപാത്രത്തിൻ്റെ വീട്, ആ കഥാപാത്രത്തിൻ്റെ വീടാണ് അന്നത്തെ ദിവസം നമ്മൾ ഷൂട്ട് ചെയ്യുന്നതെങ്കിൽ ആ വീട്ടിൽ ആരൊക്കെയുണ്ട്, ആ തിരക്കഥയുടെ എത്രാമത്തെ സീനിലാണ് ഈ പർട്ടിക്കുലർ സീൻ വരുന്നത്, ആ പർട്ടിക്കുലർ സീൻ രാത്രിയാണോ പകലാണോ, ആ പർട്ടിക്കുലർ സീനിനകത്ത് ഈ കഥാപാത്രങ്ങൾ ആരൊക്കെ അഭിനയിക്കുന്നുണ്ട്, ഈ പർട്ടിക്കുലർ ഡേയിൽ, ഈ പർട്ടിക്കുലർ സീനിൽ ഈ കഥാപാത്രങ്ങളുടെ വസ്ത്രധാരണം എന്താണ്, അതിൻ്റെ കോസ്റ്റ്യൂം എന്താണ്, ആ പർട്ടിക്കുലർ സീനിൽ അതിൻ്റെ ആർട്ട് പ്രോപ്പർട്ടീസ് എന്തൊക്കെ വേണം, അല്ലെങ്കിൽ ഏതൊക്കെ തരം മനുഷ്യന്മാരാണ്, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും പ്രത്യേകിച്ച് ഒരു ആക്ഷൻ നടക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അവിടെ ആ സീനിനെ പൂർണ്ണമാക്കാൻ വേണ്ടി എന്തൊക്കെ എലമെൻറ്റുകളാണ് വേണ്ടത്, ക്യാമറമാന് ആ പർട്ടിക്കുലർ സീനിൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് എന്തൊക്കെ എക്യുപ്മെൻറ്റ്സ് ആണ് വേണ്ടി വരിക എന്നതില്ലാതെ നമുക്ക് സിനിമ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ സിനിമകൾക്ക് തിരക്കഥ ഉണ്ട്. തിരക്കഥ ഇല്ലാതെ എനിക്ക് സ്ട്രക്ചർ ചെയ്യാൻ പറ്റില്ല. ഞാൻ എല്ലാ ദിവസവും ഞാനിപ്പോൾ ഒരു സിനിമ ചെയ്യുന്നു. ഇപ്പോൾ ഈ സിനിമ തന്നെ ഞാൻ ചെയ്തത് വളരെ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിലാണ് ചെയ്തത്. 25 ദിവസമാണ് ഈ സിനിമയുടെ ഷൂട്ട് ഡേയ്സ്. അപ്പോൾ ഈ സിനിമയിൽ ഞാൻ ഷൂട്ട് ചെയ്തപ്പോൾ ഈ ദിവസം ഇന്ന കഥാപാത്രം, ഇപ്പോൾ ശ്രുതിക്കൊക്കെ ഡേറ്റ് ക്ലാഷ് ഉണ്ട്. ശ്രുതി വന്നിട്ടുള്ളത് എത്ര ദിവസങ്ങളാണ്, അല്ലെങ്കിൽ അതിനകത്ത് വിനി തട്ടിൽ അഭിനയിക്കുന്ന കഥാപാത്രം ഇത്ര ദിവസങ്ങളാണ് അതിനകത്ത് വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ മറ്റ് കഥാപാത്രങ്ങൾ എത്ര ദിവസം, ചിലപ്പോൾ 2 ദിവസമായിരിക്കാം, ചിലപ്പോൾ 3 ദിവസമായിരിക്കാം, അല്ലെങ്കിൽ ചിലർ 10 ദിവസം വന്നിട്ടുള്ളവരുണ്ടാവാം, ചിലപ്പോൾ ഈ പറയുന്ന 20 ദിവസം വന്നിട്ടുള്ളവരുണ്ടാവാം. അപ്പോൾ അവർക്കൊക്കെ നമ്മളൊരു ചാർട്ട് കൊടുക്കണമെങ്കിൽ നമുക്ക് തിരക്കഥ ഇല്ലാതെ പറയുന്നത്. അപ്പോൾ തിരക്കഥയോടുകൂടി മാത്രമേ നമുക്കൊരു ചാർട്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ആ തിരക്കഥ പൂർണ്ണമായിട്ടുണ്ടായിട്ട് തന്നെയാണ് ഈ സിനിമ ഉണ്ടാകുന്നത്. എൻ്റെ എല്ലാ സിനിമകൾക്കും തിരക്കഥയുണ്ട്. തിരക്കഥ എന്ന് പറയുന്നത് എൻ്റെ എനിക്കറിയാം ഇന്നത് പർട്ടിക്കുലർ ഡേയിൽ ഇന്ന സീനാണോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ എല്ലാ ടെക്നീഷ്യൻസിനോടും ഞാൻ പറയും, നിങ്ങൾ ഇന്നതാണ് നമ്മുടെ സീൻ, നാളെ ഇന്നതാണ്, അല്ലെങ്കിൽ ഇന്ന ദിവസം നമ്മൾ ഇന്നതാണ് ഷൂട്ട് ചെയ്യുന്നത്. ആ പർട്ടിക്കുലർ സ്ഥലത്തേക്ക് നമ്മൾ പെർമിഷൻ എടുക്കണം, ആ സ്ഥലത്തിൻ്റെ പെർമിഷൻ എടുക്കണം, ആ സ്ഥലത്തിൽ ആർട്ട് വൈസ് ഉള്ള സജ്ജീകരണങ്ങൾ ഒരുക്കണം. അപ്പോൾ ഇതെല്ലാം ഉണ്ട്. ആകെ കൂടെ ഞാൻ ഇംപ്രവൈസ് ചെയ്യുന്നത് അതിൻ്റെ സംഭാഷണങ്ങൾ മാത്രമാണ്. അതായത് തിരക്കഥ എന്ന് പറയുന്നുണ്ട്, സംഭാഷണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ ആ പർട്ടിക്കുലർ സീനിൽ ഈ കഥാപാത്രങ്ങൾ എന്താണ് സംസാരിക്കേണ്ടതെന്ന് കൃത്യമായ ധാരണയോടുകൂടി തന്നെയാണ് ഞാൻ അവിടെ എത്തുന്നത്. പക്ഷേ ഈ ക്യാരക്ടേഴ്സ് ആക്ട് ചെയ്യുമ്പോൾ അവർ വന്നിട്ട് ഞാൻ എഴുതിയിരിക്കുന്ന ഒരു ഡയലോഗിനെ ഞാൻ ആർട്ടിസ്റ്റുമായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ എനിക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു താളം, അതായത് ആക്ടേഴ്സിൻ്റെ താളമില്ലേ, ഈ താളത്തിനെ എങ്ങനെ ഉപയോഗിക്കാമെന്നോ അല്ലെങ്കിൽ ആ താളത്തിനെ എങ്ങനെ ഗൈഡ് ചെയ്യാമെന്നോ അവരോട് അതിന് മുൻപുള്ള ഒരു റിഹേഴ്സലിൽ ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ട് അവർക്ക് ഒന്നുകൂടെ ആ ഡയലോഗ് ഒന്നുകൂടെ ചിലപ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കും, അല്ലെങ്കിൽ എഴുതി കൊടുക്കും. ഇത് മാത്രമാണ് അവിടെ വെച്ച് സംഭവിക്കുന്നത്. അല്ലാതെ എല്ലാ സ്ഥലത്തും തിരക്കഥയോടുകൂടി തന്നെയാണ് പോകുന്നത്. അപ്പോൾ തിരക്കഥ ഇല്ല എന്ന് പറയുന്നത് ഒരുപക്ഷെ ആളുകൾ തെറ്റിദ്ധരിക്കപ്പെടുന്നതായിരിക്കാം. തിരക്കഥ ഇല്ലാതെ എനിക്ക് ഈ ദിവസങ്ങളിൽ സീൻ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മളൊരു ആക്ഷൻ സീനാണ് വേണ്ടത്, ആ സിനിമയുടെ കഥാഗതിയുമായിട്ട് ചേർന്ന് നടക്കുമ്പോൾ 40ാമത്തെ സീനിൽ ഇവിടെ ഒരു ആക്ഷൻ സീക്വൻസ് ആണ് വേണ്ടതെങ്കിൽ അത് നമ്മൾ ഒരു ഏതെങ്കിലും ഒരു ദിവസം ഫെബ്രുവരി 22-ന് നമ്മൾ പ്ലാൻ ചെയ്യണമെങ്കിൽ നമ്മൾ ആക്ഷൻ ഡയറക്ടറോട് പറയണം, നിങ്ങൾ വരണം, നിങ്ങൾ ഈ ഗാഡ്ജറ്റ്സ് കൊണ്ടുവരണം, ഈ സേഫ്റ്റി ആയിട്ടുള്ള ഈ സാധനങ്ങൾ കൊണ്ടുവരണം, അന്ന് നമ്മളത് ബ്രേക്ക് ചെയ്യാനുള്ള ഇന്ന പ്രോപ്പർട്ടീസ് വേണം.
അപ്പോൾ നമുക്കിപ്പോൾ അന്നത്തെ ദിവസം നമുക്കൊരു ചില്ല് പൊട്ടിക്കണം എന്ന് വിചാരിക്കാം. നമ്മളൊരു ചില്ല് ആണെങ്കിൽ നമ്മൾ എത്രയോ ദിവസം മുൻപ് പ്ലാൻ ചെയ്താലാണ് ഈ പറയുന്ന ഷൂട്ടിന് വേണ്ടിയിട്ടുള്ള സാമഗ്രികൾ. ഇപ്പോൾ അന്നത്തെ ദിവസം ഇത് വന്ന് ബ്രേക്ക് ചെയ്യുന്നൊരു സീനാണ് എടുക്കുന്നതെന്ന് വിചാരിക്കുക. ഇത് അന്നത്തെ ദിവസമല്ല സംഭവിക്കുന്നത്. ഇത് ആർട്ട് പ്രോപ്പർട്ടിയോട് സംസാരിച്ച് ആ സാധനം അവർ സംഘടിപ്പിച്ച് അന്ന് വന്ന ആ പർട്ടിക്കുലർ ഡേയിലാണ് ഷൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാനതൊരു സ്ക്രിപ്റ്റ് ഇല്ല എന്ന് പറയുന്നത് ഒരു തെറ്റിദ്ധാരണയാണെന്ന് പറയുന്നത്. ഒരുപക്ഷെ ഈ സംഭാഷണങ്ങളുടെ കാര്യത്തിലോ അല്ലെങ്കിൽ ആ വരുന്ന സീനുകളുടെ ചെറിയ ഇംപ്രവൈസേഷൻസ് മാത്രമാണ് സംഭവിക്കുന്നത്. ഞാൻ ഒന്നുകൂടെ ക്ലാരിറ്റി ആക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. സാറിപ്പം സംഭാഷണങ്ങളെ കുറിച്ച് പറഞ്ഞല്ലോ. ഇപ്പം 1983 മേക്കപ്പ് കൂടിപ്പോയോ ചേട്ടാ, മാത്രമല്ല ആക്ഷൻ ഹീറോ ബിജുവില് ആ 2 ചേച്ചിമാർ വരുന്നതൊക്കെ ഉണ്ടല്ലോ. പിന്നെ ഈ സിനിമയിൽ തന്നെ എന്നെ ഏറ്റവും ചിരിപ്പിച്ച സീനാണ് വിനീത് തട്ടിലിന് ഹാപ്പി എൻഡിങ്ങിന് ശേഷമുള്ള വിനീത് തട്ടിലിൻ്റെ സംഭാഷണം. ഞാൻ ഈ സിനിമയുടെ ഒരു BTS സോഷ്യൽ മീഡിയയിൽ കണ്ടായിരുന്നു. കാരണം ഈ ക്യാമറയുടെ പിന്നിലിരിക്കുന്നവരും ചിരി ഇങ്ങനെ കടിച്ചമർത്തി ഇങ്ങനെ നിൽക്കുകയാണ്. കാരണം അവർക്ക് അത്രയും ചിരി വരുന്നുണ്ട്. അപ്പോൾ ഇത്തരം സംഭാഷണങ്ങളൊക്കെ ഉണ്ടോ ഈ മേക്കപ്പ് കൂടി പോയി ചേട്ടാ? ഇപ്പോഴും ഈ ട്രോൾ പേജുകളിലും സോഷ്യൽ മീഡിയയിലെ റീൽസിലൊക്കെ ഇപ്പോഴും ഓടി നടക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഈ സിനിമ OTTയിൽ വന്നു കഴിഞ്ഞാൽ വിനീത് തട്ടിൽ വല്ലാത്ത രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന നടനായി മാറും എന്നുള്ളതാണ്. പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ ആ റിയാക്ഷൻ, ഹാപ്പി എൻഡിങ്ങിന് ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ റിയാക്ഷനും നിഷ്കളങ്കമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സംഭാഷണമൊക്കെ. അപ്പം അത്തരം സംഭാഷണങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു അതിനൊരു ബ്ലാക്ക് ഹ്യൂമറുണ്ട്, ബ്ലാക്ക് ഹ്യൂമറിൻ്റെ ഒരു മേമ്പൊടിയുണ്ട്. ഇത്തരം സംഭാഷണങ്ങളെല്ലാം സാറിന് എവിടെ നിന്നാണ് കിട്ടുന്നത്? ഈ ആൾക്കാരുമായിട്ടുള്ള സംഭാഷണത്തിലാണോ, വായനയിലൂടെയാണോ, സിനിമാ കാഴ്ചകളിലൂടെയാണോ? മാത്രമല്ല സംവിധായകരെ സാറ് റെഫർ ചെയ്യാറുണ്ടോ? എങ്ങനെയാണ് സാറിന് ഈ ബ്ലാക്ക് കോമഡി ഇത്തരം കുറുക്ക് കൊള്ളുന്ന ഡയലോഗുകൾ കിട്ടുന്നത്? അല്ല, ഈ സംഭാഷണങ്ങൾ വരുന്നത് ഞാൻ പുസ്തകങ്ങൾ വായിക്കുന്ന ആളാണ്, ഞാൻ സിനിമകൾ കാണുന്ന ആളാണ്. ഞാൻ ആളുകളോട് വെറുതെ ഇരുന്ന ആളുകളോട് സംസാരിക്കുന്ന ഒരിടത്തിൽ ചെന്നാൽ ആ സ്ഥലം ഏതാണോ ആ സ്ഥലത്തിൽ വെറുതെ മനുഷ്യരോട് സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഞാനൊരു മനുഷ്യനെ കണ്ടു. അപ്പം അയാളുടെ കൂടെ ഇരുന്നാൽ വെറുതെ അയാൾ എന്താണെന്ന് അറിയാനോ അല്ലെങ്കിൽ വെറുതെ സംസാരിക്കാനോ ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അങ്ങനെ ഇടത്തിൽ ചെന്ന് സംസാരിക്കുന്ന ആളുമാണ്, പുസ്തകം വായിക്കുന്ന ആളാണ്, ഒക്കെയാണ്. പക്ഷേ ഈ വായനകളല്ല നമ്മൾ ഒരു തിരക്കഥ എഴുതുമ്പോൾ, ഒരു സംഭാഷണം എഴുതുമ്പോൾ നമ്മൾ ലീഡ് ചെയ്യുന്നത് ഈ പർട്ടിക്കുലർ കഥാപാത്രത്തിൻ്റെ മനസ്സിൻ്റെ വായനയാണ്. ഈ പർട്ടിക്കുലർ കഥാപാത്രത്തെ എനിക്കറിയാം, ഒരു സ്ത്രീയോ പുരുഷനോ ആവട്ടെ, ആ പർട്ടിക്കുലർ സീനിൽ പ്ലേസ് ചെയ്യപ്പെടുന്ന ആ കഥാപാത്രം എന്തായിരിക്കും സംസാരിക്കാൻ സാധ്യതയുള്ള ഇതെന്ന് അയാളുടെ മനസ്സാണ് ഞാൻ വായിക്കുന്നത്. അപ്പോൾ അയാളുടെ വിദ്യാഭ്യാസം എന്താണ്, അയാൾ വന്ന സ്ഥലം ഏതാണ്, അല്ലെങ്കിൽ അയാൾ എത്തരത്തിലുള്ളൊരു മനുഷ്യനായിരിക്കാം എന്നുള്ളതിൻ്റെ ഒരു ക്യാരക്ടർ സ്കെച്ച് നമുക്കുണ്ടാവുമല്ലോ. ഈ ക്യാരക്ടർ സ്കെച്ച് അയാളവിടെ വന്നു കഴിഞ്ഞു, ഇന്ന പർട്ടിക്കുലർ മനുഷ്യൻ, ഇയാൾ ഇത്തരത്തിലുള്ള സ്വഭാവമുള്ള മനുഷ്യനാണ്, ഇയാൾ ഈ രീതിയിലാണ്. അപ്പോൾ പിന്നീട് ഞാൻ പറയുന്നത് അയാളായിട്ടായിരിക്കും. പിന്നീട് സംസാരിക്കുന്ന ആ മനുഷ്യൻ്റെ മനസ്സാണ് വായിക്കുന്നത്. ആ മനുഷ്യൻ്റെ മനസ്സിൽ നിന്നോ ആ മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്നോ ആണ് ആ സംഭാഷണം വരുന്നത്. ബ്രെയിനിനേക്കാൾ കൂടുതൽ ചിലപ്പോൾ അയാളുടെ ഹൃദയത്തിൽ നിന്നോ മനസ്സിൽ നിന്നോ, അയാളുടെ മനസ്സും ഹൃദയവും വായിച്ച ശേഷം അയാൾ ഡെലിവർ ചെയ്യുന്ന ഡയലോഗാണത്. അത് അയാൾക്ക് മാത്രം പറയാൻ പറ്റുന്ന ഡയലോഗാണ്. അത് ചിലപ്പോൾ മറ്റൊരു വായനയിലൂടെ, മറ്റൊരു പുസ്തകത്തിൽ നിന്നുള്ള വായനയിൽ നിന്ന് കടമെടുക്കുന്നതോ അല്ലെങ്കിൽ മറ്റൊരു സിനിമയിൽ നിന്ന് കടമെടുക്കുന്നതോ അല്ല. ആ പർട്ടിക്കുലർ കഥാപാത്രം അങ്ങനെ ഇതിനു മുൻപ് വന്നിട്ടില്ലാത്തൊരു കഥാപാത്രമാണെങ്കിൽ ആ വന്നിട്ടില്ലാത്ത ആ കഥാപാത്രം പർട്ടിക്കുലർ ഡേയിൽ പർട്ടിക്കുലർ സീനിൽ എതിരെ നിൽക്കുന്ന ഒരാളോട് എന്താണ് സംസാരിക്കാൻ സാധ്യത എന്നുള്ളത് അയാളുടെ മനസ്സ് മാത്രമാണ് ഞാൻ എഴുതുന്നത്. അങ്ങനെയാണ് അതിൻ്റെ വായന വരുന്നത്. ഇപ്പം സാറ് തന്നെ ഡിസൈൻ ചെയ്ത ക്യാരക്ടറിൻ്റെ പെർഫോമൻസ് കണ്ട്, ആക്ടർ പെർഫോം ചെയ്യുന്ന കണ്ട് ഈ ക്യാമറയുടെ പിന്നിലിരുന്ന് സാറ് തന്നെ ചിരിച്ചുപോയി കട്ട് പറഞ്ഞ് എന്തെങ്കിലും സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ആക്ടേഴ്സ് ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം ഇട്ട BTS അപ്പോൾ അതിനകത്ത് ചിരിക്കുന്നു, അതിൻ്റെ ഫോക്കസ് വിനീത് ചിരിക്കുന്നത് ആ സീക്വൻസിലെ പെർഫോമൻസ് കൊണ്ട് മാത്രമല്ല, ആ സീക്വൻസ് ഏത് സീൻ കഴിഞ്ഞ് വരുന്നതാണെന്നും അത് ഏത് സിറ്റുവേഷനിലാണെന്നും അയാൾക്ക് അറിയാവുന്നത് കൊണ്ടാണ്, ആ കഥ അയാൾക്ക് അറിയാവുന്നത് കൊണ്ടാണ് അയാൾക്ക് ചിരി വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അയാൾക്ക് ചിരി വരുന്നത്. അയാൾക്ക് ആ സീക്വൻസിലുള്ള മുമ്പുള്ള സീക്വൻസ് അറിയാം, ഈ കഥാപാത്രത്തെക്കുറിച്ച് അയാൾക്കൊരു ധാരണ കിട്ടി. അതുകൊണ്ടാണ് ആ സാഹചര്യവും എല്ലാം കൂടെ ആലോചിക്കുമ്പോഴായിരിക്കും അവർക്ക് ചിരി വരുന്നത്. പിന്നെ സ്വാഭാവികമായിട്ടും ആർട്ടിസ്റ്റ് ഡെലിവറി ചെയ്യുന്നത് കാണുമ്പോഴുള്ളൊരു ടൈമിംഗ് ഒക്കെ കണ്ടിട്ട് ആളുകൾക്ക് ചിരി വരും. സിറ്റുവേഷൻ കൂടെ ഓർത്തിട്ടാണ് ചിരി വരുന്നത്. പല ചിരികളും സൃഷ്ടിക്കപ്പെടുന്നത് ആ സിറ്റുവേഷനും കൂടെ. നമുക്ക് പലതരത്തിൽ ചിരികളെ ക്രിയേറ്റ് ചെയ്യാം. ആക്ഷനിലൂടെ നമുക്ക് കോമഡികൾ ഉണ്ടാക്കാം, നമുക്ക്
സംഭാഷണത്തിലൂടെ തമാശ ഉണ്ടാക്കാം. പക്ഷെ ചില സിറ്റുവേഷൻസ് ആളുകൾക്ക് മനസ്സിലായി. ഈ പർട്ടിക്കുലർ സിറ്റുവേഷനിലൂടെ ഇയാൾ ഈ സിറ്റുവേഷനിലാണ് നിൽക്കുന്നതെന്ന് പ്രേക്ഷകന് മനസ്സിലായി. ഇയാൾ ഈ സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ഈ ഈ കഥാപാത്രത്തിൻ്റെ അല്ലെങ്കിൽ ആ സാഹചര്യം മനസ്സിലായി കഴിയുമ്പോൾ ആ കഥാപാത്രത്തിൻ്റെ മാനസികാവസ്ഥ ഓൾമോസ്റ്റ് പ്രേക്ഷകന് പിടികിട്ടി കഴിയുമ്പോഴാണ് പ്രേക്ഷകൻ ഈ സാഹചര്യത്തിൽ ഇൻവോൾവ് ആവുകയും ചിരിക്കുകയും ചെയ്യുന്നത്. ഒരു സിനിമയിൽ ചിരിക്കുക എന്ന് പറയുന്നത് തന്നെ അർത്ഥം ആളുകൾ അതിനകത്ത് ഇൻവോൾവ് ആയി എന്നുള്ളതാണ്. അതിനകത്ത് ഇൻവോൾവ് ആയാൽ മാത്രമേ ആ ചിരി വരുള്ളൂ. ഇല്ലെങ്കിൽ ആൾ ഡിറ്റാച്ച്ഡ് ആവും. ആളുകൾ അവിടെ നമ്മൾ കാണിക്കുന്ന എല്ലാ തമാശകളും കണക്റ്റ് ആവില്ല. കണക്ഷൻ ഇല്ലെങ്കിൽ ചിരി വരില്ല. എവിടെയെങ്കിലും ഇമോഷണൽ ആയാൽ ആ കഥാഗതിയിൽ, ആ കഥയിൽ, ആ തിരക്കഥയിൽ, ആ ഫിലിമിൽ അവർ ഇൻവോൾവ് ആയി എന്നാണ് അർത്ഥം. അല്ലെങ്കിൽ അവർ ഡിറ്റാച്ച്ഡ് ആയിട്ടായിരിക്കും നിൽക്കുന്നത്. പിന്നെ പല മനുഷ്യരും പല രീതിയിലായിരിക്കും ഒരു സിനിമയെ വായിക്കുന്നതും. ഒരു 60-70% ആൾക്കാർ ചിലപ്പോൾ ഒരേ പോയിന്റിൽ തന്നെ വായിക്കാം. ഒരു 30% അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചിലപ്പോൾ മാറ്റം വരാം. അത് പേഴ്സൺ ടു പേഴ്സൺ മാറും. പക്ഷെ സ്റ്റിൽ ഒരു ജനറലി ഇത് ആളുകൾക്ക് കണക്ട് ചെയ്യാൻ, റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളിലെല്ലാം ഒരുമിച്ച് ചിരികൾ വരും. ഒരു തിയേറ്ററിൽ ഒരു ഇരുട്ട് മുറിയിൽ ഇരിക്കുന്നവരുടെ വായന പലതായിരിക്കാം, അവരുടെ വിദ്യാഭ്യാസം പലതാണ്, അവരുടെ സ്ത്രീകളുണ്ടാവാം, പുരുഷന്മാരുണ്ടാവാം, പല പ്രായത്തിലുള്ള ആളുകളുണ്ടാവാം, പലതരം വായനയുള്ളവരുണ്ടാവാം, വിദ്യാഭ്യാസമുള്ളവരുണ്ടാവും, പല സാമ്പത്തിക ചുറ്റുപാടിൽ നിന്ന് വരുന്നുണ്ടാവും. അപ്പോൾ ഇവർക്കെല്ലാവരും ജനറലി ഒരു ഹ്യൂമൻ ഇമോഷനെ മനസ്സിലാവും. എല്ലാ ഹ്യൂമൻ ഇമോഷനും എല്ലാവർക്കും. അതിന് ഒരാൾ സമ്പന്നനാണെന്നോ ദരിദ്രനാണെന്നോ വ്യത്യാസമില്ല. അയാൾ സ്ത്രീയാണെന്നോ പുരുഷനാണെന്നുള്ള വ്യത്യാസമില്ല. അയാൾ ഏത് പൊളിറ്റിക്കൽ സ്റ്റാൻഡുള്ള ആളാണെന്നുള്ള വ്യത്യാസമില്ല. മനുഷ്യൻ്റെ മനസ്സിനെ എന്നൊരു ജനറൽ ഒരു സാധനം ഉണ്ടല്ലോ, ഇതിനെ റിലേറ്റ് ചെയ്യാൻ പറ്റുക, ആ ഇരുട്ട് മുറിയിൽ നിന്ന് എല്ലാവർക്കും കൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പോയിന്റിലേക്ക് എത്തുക എന്നുള്ളതാണ് ഒരു ചലച്ചിത്രകാരൻ ചെയ്യാൻ ശ്രമിക്കുന്നത്. ഞാനും അതാണ് ശ്രമിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആളുകൾ തിയേറ്ററിലിരുന്ന് ചിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാവാറുണ്ട്. കാരണം അവർക്ക് അതിനകത്ത് ഇൻവോൾവ് ആയതുകൊണ്ടാണല്ലോ അവർ ചിരിച്ചതെന്ന് നമുക്ക് തോന്നുന്നു. ഇപ്പോൾ സാറ് പറഞ്ഞല്ലോ ഈ കോമഡിയെ കുറിച്ച്. നമ്മളിപ്പോൾ ഒരു സംഭാഷണത്തിലൂടെ മാത്രമല്ല കോമഡി വർക്കൗട്ട് ആവുന്നത്. നമ്മളുടെ ഒരു നോട്ടം, ചിരി, ബോഡി ലാംഗ്വേജ്, ഇതിലൂടെയൊക്കെ നമുക്ക് കോമഡി നമുക്ക് ഡെലിവർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ സാറിൻ്റെ ഒരു സിനിമാ ജീവിതത്തിൽ 1983 മുതൽ ഇപ്പോൾ സ്പാ വരെ എത്തി നിൽക്കുന്നു. സാർ ഒരുപാട് ആർട്ടിസ്റ്റുകളെ കോമഡി പെർഫോം ചെയ്യിപ്പിച്ചിട്ടുണ്ട്. സാർ ആസ് എ ഡയറക്ടർ സാറിന് അതിശയിപ്പിച്ച ആർട്ടിസ്റ്റ് ആരാണ്? ഈ കോമഡി ടൈമിങ്ങിലൂടെയും നോട്ടത്തിലൂടെയും ചിരിയിലൂടെയും സംഭാഷണത്തിലൂടെയൊക്കെ. ഞാൻ വർക്ക് ചെയ്തവരെല്ലാം നല്ല ടൈമിങ്ങുള്ള. ആദ്യം പറയേണ്ടത് നിവിനെ തന്നെയാണ്. നിവിനൊരു കുസൃതിയുണ്ട്, നിവിൻ്റെ കണ്ണിലൊരു കുസൃതിയുണ്ട്, നിവിൻ്റെ ചിരിയിലൊരു കുസൃതിയുണ്ട്, ബോഡി ലാംഗ്വേജിൽ ഒരു കുസൃതിയുണ്ട്. നാച്ചുറലി നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഒരു കാര്യം പറഞ്ഞു കൊടുത്തുമ്പോൾ നിവിൻ ലിഫ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത് കാണാൻ നല്ല രസമാണ്. നിവിൻ തൊട്ട് ഇങ്ങോട്ട് ഇങ്ങേറ്റം വരെ വന്നാലും ഇനി ഇതുവരെയുള്ള സ്പായിലുള്ള എല്ലാ ആക്ടേഴ്സും നല്ല ടൈമിങ്ങുള്ള ആക്ടേഴ്സാണ്. സുരാജ് ഭയങ്കര കോമഡി ടൈമിങ്ങുള്ള ആളാണ്. പക്ഷേ ബിജുവിൽ സുരാജ് വേറൊരു തരം ഒരു പെർഫോമൻസ് കൊണ്ട് നമ്മൾ അതിശയിപ്പിച്ചു. അങ്ങനെ ഒറ്റ സീൻ അങ്ങനെ എല്ലാവരും 98 സ്ട്രിൻഡ് ചെയ്തപോലെ നല്ല ടൈമിംഗ് ഉള്ള ഒരു ആർട്ടിസ്റ്റ് ആയിരുന്നു. സാർ ഇപ്പോൾ നിവിൻ പോളിയെ കുറിച്ച് പറഞ്ഞല്ലോ. ഇപ്പോൾ നമ്മളൊരു സീൻ കൊടുത്താൽ ഒരു പ്രത്യേക രീതിയിൽ ലിഫ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു പർട്ടിക്കുലർ സീൻ 1983 ആക്ഷൻ ബിജുവിലോ ആ രീതിയിൽ നിവിൻ പോളി ക്യാരി അപ്പ് ചെയ്ത ഒരു സീൻ ചെയ്യാന്ന് പറഞ്ഞാൽ ആ സിനിമയിൽ നിവിൻ്റെ ഒരു സൗസിദ്ധമായ കുസൃതി ഉണ്ടല്ലോ. നിവിൻ്റെ ഒരു കുസൃതി ഉണ്ട്. നിവിൻ ചിരിക്കുന്നതും നിവിൻ്റെ ബോഡി ലാംഗ്വേജിൽ നിവിൻ്റെ സംഭാഷണത്തിൻ്റെ രീതിയിൽ ഒരു കുസൃതി ഉണ്ട്. ഈ കുസൃതി ഉപയോഗിക്കാനാണ് ഞാൻ ശ്രമിച്ചിട്ടുള്ളത്. അത് ആ കഥാപാത്രം. പിന്നെ നിവിൻ ഒരു സെക്കൻഡ് ഹാഫിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ നിവിൻ അന്ന് ചെയ്യുന്നത് തട്ടത്തിൻ മറയത്ത് കഴിച്ചിട്ട് ഒരു റൊമാൻറ്റിക് ഹീറോ ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഒരു 10 വയസ്സുള്ള കുട്ടിയുടെ ഒരു പിതാവ് സാമ്പത്തികമായി ഒരു ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന ഒരു മനുഷ്യൻ. അയാളുടെ എനർജി മാറും, അയാളുടെ ബോഡി ലാംഗ്വേജ് മാറും. അപ്പോൾ ആ ക്യാരക്ടറിലേക്കുള്ള ട്രാൻസിഷനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു നിവിനത് ചെയ്തത്. അത് എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരുന്നിരിക്കാം ആ വർഷം നിവിന് സ്റ്റേറ്റ് അവാർഡ് കിട്ടി പെർഫോമൻസിന്. സാർ ഇപ്പോൾ ഈ സിനിമയെ പലരും അഡൽട്ട് കോമഡി ആയിട്ടാണ് വിശേഷിപ്പിച്ചത്. പക്ഷേ ഈ സിനിമ കണ്ട് ഞാൻ എന്നുള്ളൊരു ആസ്വാദയ്ക്ക് തോന്നിയത് ഇതൊരു അഡൽട്ട് കോമഡി ആയിട്ടല്ല, ഇതൊരു സോഷ്യൽ സറ്റയർ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ഈ സിനിമയിൽ മനുഷ്യർ പരസ്പരം കണക്ട് ചെയ്യുന്നുണ്ട്. അവരുടെ പ്രശ്നങ്ങൾ, അവരുടെ സെക്ഷൽ ഫാൻറ്റസീസ്. ഇപ്പോൾ ഈ കൊച്ചിയിൽ തന്നെ എടുക്കുകയാണെങ്കിൽ ഏകദേശം 600ഓളം സ്പാകളുണ്ട്. അതിനകത്ത് പലതും ഒരു ഷെയ്ഡി സെറ്റപ്പിലുള്ള സ്പാകളാണ്. സാർ ഈ സിനിമയുടെ റിസർച്ചിൻ്റെ ഭാഗം
ഭാഗമായിട്ട് പല സ്പാകളും സന്ദർശിക്കുകയും തെറാപ്പിസ്റ്റുകളുമായിട്ടൊക്കെ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ സിനിമയിൽ സിദ്ധാർത്ഥ് ഭരതൻ്റെ ക്യാരക്ടർ ഉണ്ടല്ലോ, ജിബ്രി എന്ന സംവിധായകൻ. ജിബ്രി പെട്ടുപോകുന്ന ഒരു സാഹചര്യമുണ്ട് സ്പായിൽ. അത് സാറിൻ്റെ റിയൽ ലൈഫ് എക്സ്പീരിയൻസ് ആണോ അതോ സാറിൻ്റെ സുഹൃത്തുക്കളിൽ നിന്നുള്ളതാണോ? ഞാൻ ഇവിടെ ഒരുപാട് സ്പാ സെൻറ്റർ നടത്തുന്ന ആളുകളായിട്ടും സ്പാ തെറാപ്പിസ്റ്റുകളുമായിട്ടും ഞാൻ പെരുമാറുകയും അവരോടൊരു സൗഹൃദത്തിലാവുകയും അവർ പറയുന്ന കാര്യങ്ങൾ ഞാൻ കേൾക്കുകയും ചിരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എല്ലാം പൂർണ്ണമായിട്ടും ഇതിനകത്ത് കഥകൾ ഒരു റിയലിസ്റ്റിക് അല്ല. കുറച്ച് തന്നെ ഇമാജിനേഷൻ ഉണ്ട്, ഹിയർസേ ഉണ്ട്, ഇവിടെ നിന്നുള്ള കഥകളുണ്ട്, പുറത്ത് ദുബായിൽ നിന്ന് കേട്ട കഥകളുണ്ട്, മറ്റ് തായ്ലൻഡിൽ നിന്ന് കേട്ട കഥകളുണ്ട്. മനുഷ്യർ തമ്മിലുള്ള ഒരു ഇൻറ്ററാക്ഷൻ എന്നുള്ള ഒരു രീതിയിലാണ് ഈ സിനിമയുടെ സ്പേസിനെ ഞാൻ എടുത്തത്. സ്പായിൽ പോയി ഞാൻ സ്പായിൽ കൊണ്ടുപോകാം, നല്ല തെറാപ്പിസ്റ്റ്, നല്ല ട്രീറ്റ്മെൻറ്റ് തരുന്നു. അപ്പോൾ നമ്മളൊരു ക്ഷീണത്തിലായി കഴിഞ്ഞാൽ നമുക്കൊരു റിലീഫ് തരുന്ന തരത്തിലുള്ള നല്ല തെറാപ്പി സ്ഥലങ്ങളും നല്ല തെറാപ്പിസ്റ്റുകളും നല്ല സ്പാ സെൻറ്റേഴ്സും ഒരുപാടുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ ആ ഇടത്തെ ഞാൻ കുറച്ചൊരു ട്രിക്കി ആയിട്ട് മാറ്റുകയാണ് ചെയ്തത്. എൻ്റെ ഒരു വളരെ പേഴ്സണലായിട്ടുള്ള സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു നർമ്മം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ആ സ്പായെ ഞാൻ ഗ്രേ ഷെയ്ഡ് ആക്കിയതാണ്. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ സ്പായിൽ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള സ്പായിൽ പോകാമെന്ന് വിചാരിച്ചു. പ്രൊഫഷണൽ ആയിട്ടുള്ള സ്പായിൽ ചെന്ന് കഴിഞ്ഞാൽ അവർ നമ്മളോട് ചോദിക്കുന്നത് 2 ചോദ്യങ്ങളേ ഉള്ളൂ. ഒന്ന്, ഈ റൂമിൻ്റെ ടെമ്പറേച്ചർ നിങ്ങൾക്ക് ഓക്കെ ആണോ, അല്ലെങ്കിൽ അവർ അപ്ലൈ ചെയ്യുന്ന പ്രഷർ നിങ്ങൾക്ക് ഓക്കെ ആണോ, നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽത്തിൻ്റെ ഇഷ്യൂ ഉണ്ടോ. അതായത് നമുക്ക് വലിയ ഹെൽത്തിൻ്റെ ഇഷ്യൂ ആണെങ്കിൽ അവർ ആ തെറാപ്പി ചെയ്യുമ്പോൾ അത് തെറ്റായി പോകാൻ പാടില്ല. വളരെ ചുരുക്കം. നമ്മളവരുടെ പേര് ചോദിച്ചാൽ പോലും ഒരു പേര് പറയില്ല, അവരുടെ പേര് അവർ പറയില്ല, നമ്മളുടെ പേര് അവർ ചോദിക്കില്ല. അങ്ങനെ ഒരു തരത്തിലുള്ള പേഴ്സണൽ ഇൻട്രാക്ഷൻസ് തന്നെ ഇല്ല. അപ്പോൾ അങ്ങനെ ഒരു പ്രൊഫഷണൽ സ്പായുടെ കഥ ഞാൻ പറയാൻ പോയാൽ എനിക്ക് ഒരു പേജിനപ്പുറം ഡയലോഗുകൾ കിട്ടൂല. കാരണം സംഭാഷണങ്ങളേ ഇല്ല. ഞാനത് ബ്രേക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്, അപ്പോഴവരും മിണ്ടിയിട്ടില്ല, അവർ സംസാരിക്കുന്നില്ല. പിന്നെ ഈ സ്ഥലത്ത് പോയി, പല സ്ഥലങ്ങളിൽ പോയി, ഇവരോട് പരിചയമായി, ബ്രേക്ക് ചെയ്ത് കയറി. ചില കഥകൾ പറയും, കേട്ടിട്ടുള്ള കഥകൾ ഇങ്ങനെ ഉണ്ടെന്ന് പറയും. പിന്നെ പുറത്തുനിന്ന് കേട്ട കഥകൾ, ദുബായിലും മറ്റു പുറത്ത് സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് ആളുകൾ പറഞ്ഞ കഥകളൊക്കെ ഉണ്ട്. അല്ലാതെ ഒരു പ്രൊഫഷണൽ സ്പായിൽ ചെന്നാൽ ഇങ്ങനെയല്ല. ഒരു മനുഷ്യനെ അവർ തമ്മിൽ ഇൻട്രാക്ഷൻ അവർ മുതിരുന്നില്ല. പക്ഷേ ഞാൻ സ്പേസ് ചെയ്ത സ്ഥലം അൺപ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു സ്ഥലമായതുകൊണ്ടാണ് മനുഷ്യന്മാർ തമ്മിൽ സംസാരിക്കുന്നത്. അപ്പം മനുഷ്യന്മാർ തമ്മിൽ സംസാരിക്കാൻ സാധ്യതയുള്ളൊരു ഇടം ആണ് എന്നെ സംബന്ധിച്ചിടത്തോളം സ്പാ എന്ന് പറഞ്ഞ് ഞാൻ കണ്ടെത്തിയത്. ഇപ്പം നമ്മൾ 2 കഥാപാത്രങ്ങളുടെ ഇൻറ്ററാക്ഷൻസ്, അല്ലെങ്കിൽ 2 കഥാപാത്രങ്ങളുടെ എൻകൗണ്ടർ നടക്കാമെന്ന് വിചാരിച്ചു. എൻകൗണ്ടർ എന്ന് വെച്ചാൽ അവർ 2 പേരും പൊയ്മുഖമണിഞ്ഞ ആൾക്കാർ, പേര് വെളിപ്പെടുത്താത്ത, ഐഡൻറ്റിറ്റി പറയാത്ത, പൊയ്മുഖമണിഞ്ഞ ഒരാളും ഇപ്പുറത്തെ മുഖമണിഞ്ഞ 2 മനുഷ്യർ തമ്മിലുള്ള ഇൻറ്ററാക്ഷൻ. ആ ഇൻറ്ററാക്ഷൻ നടന്നേ പറ്റൂ അവിടെ. കാരണം അവർ എന്തായാലും അവിടെ ആ സ്പേസിനകത്താണ്. ആ സ്പേസിനകത്താവുമ്പോൾ അവർ ഇൻറ്ററാക്ഷൻ നടത്തും. അതിനൊരു ഈ വരുന്ന ആളുടെ ഒരു ഫാൻറ്റസി ഉണ്ടാവും, അല്ലെങ്കിൽ അയാളുടെ ഡിസൈർ ഉണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ അയാളുടെ റിലീഫിന് വേണ്ടി വന്നായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പം വെറുതെ സംസാരിക്കാൻ വേണ്ടി വന്ന ആളായിരിക്കാം. അപ്പോൾ ഈ വരുന്ന 2 മനുഷ്യർ തമ്മിൽ എന്തായിരിക്കാം സംസാരിക്കാൻ സാധ്യത എന്നുള്ള, അങ്ങനെ 2 പേരും തമ്മിൽ സംസാരിക്കും. ഇപ്പം നമ്മൾ ബസ് സ്റ്റോപ്പിൽ ഒരാൾ നിൽക്കുന്നു, വെറുതെ ആൾക്കാർക്ക് പരിചയമില്ലാത്തൊരു മനുഷ്യനോട് സംസാരിക്കാൻ പറ്റില്ലല്ലോ. ഇത് സംസാരിക്കാനുള്ള സ്പേസിലേക്ക് 2 കഥാപാത്രങ്ങൾ എത്തുന്നു. ഈ 2 പേർ സംസാരങ്ങളുടെ ഇടയിലേക്ക് മറ്റു ലോകം അങ്ങോട്ട് വരുന്നതേ ഇല്ല. മറ്റു ലോകത്തിൻ്റെ ഡിസ്ട്രാക്ഷൻസ് ഇല്ല അവിടെ. ആരുടെ ഇടപെടലുകളില്ല, ആരും വരുന്നില്ല. 2 മനുഷ്യർ മാത്രം സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നു. ഈ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇതിനകത്ത് കോൺട്രഡിക്ഷൻ വരും. ചിലപ്പോൾ ഇയാൾ എക്സ്പോസ് ആവും. അപ്പം ഞാൻ വിചാരിച്ചതെന്ന് വെച്ചാൽ വിവിധ തരത്തിലുള്ള മനുഷ്യരെ പ്ലേസ് ചെയ്യാൻ ശ്രമിച്ചു. വിവിധ തരത്തിലുള്ള ക്യാരക്ടേഴ്സിനെ, വിവിധ രീതിയിലുള്ള ബിഹേവിയർ പാറ്റേൺ ഉള്ള മനുഷ്യരെ പ്ലേസ് ചെയ്തിട്ടൊരു ക്യാരക്ടർ ഡ്രിവൺ, ബിഹേവിയർ ഡ്രിവൺ ഒരു ഇൻട്രാക്ഷൻ ലെവലിലുള്ളൊരു സീക്വൻസുകൾ സൃഷ്ടിക്കാനാണ് ഞാൻ നോക്കിയത്. അപ്പോൾ ആ ലോകത്തേക്ക് വേറെ ആരും എത്തി നോക്കുന്നില്ല, ആ ലോകത്തേക്ക് വേറെ ആളുടെ ഇൻട്രാക്ഷൻസ് ഇല്ല. അവർ മാത്രമുള്ള സ്ഥലത്ത്, നമുക്കറിയാം ഇവർ മാത്രമാണ് ഈ സ്ഥലത്ത്, അവർ മാത്രം എന്തായിരിക്കും സംസാരിക്കുക, ഇയാളുടെ രീതികൾ എന്താണ്, ഇയാളുടെ ആവശ്യങ്ങളോട്, അല്ലെങ്കിൽ ഇയാളുടെ ഇത്തരത്തിലുള്ള സ്വഭാവത്തോട് അവിടെ നിൽക്കുന്ന മറ്റേയാൾ എത്തരത്തിലായിരിക്കും റെസ്പോണ്ട് ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്പേസ് ആയിട്ട് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ സ്പായെ തിരഞ്ഞെടുത്തത്. പിന്നെ ഈ കഥകളെ പെട്ടെന്ന് ആളുകൾ റിലേറ്റ് ചെയ്യുന്നതിന് മാധ്യമങ്ങളിൽ വന്നിട്ടുള്ള വാർത്തകൾ, അല്ലെങ്കിൽ റെയ്ഡുകൾ, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് വന്നിട്ടുള്ള ഇപ്പോൾ തിരുവനന്തപുരത്ത് എന്തിനു വേണ്ടിയിട്ടാണിത് ഇങ്ങനെ ഒരു ബഹളമുണ്ടായത്, അല്ലെങ്കിൽ തിരുവല്ലയിൽ ഇങ്ങനെ ബഹളം ഉണ്ടായത്. അപ്പോൾ അതെല്ലാം കൂടെ കണക്ട് ചെയ്ത് ആളുകളുടെ
ഈ മാധ്യമങ്ങളിൽ വന്നിട്ടുള്ള വാർത്തകൾ കൊണ്ട് ഇത് ഇത്തരത്തിലുള്ള ഗ്രേ ഷെയ്ഡായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഇതിനെക്കുറിച്ച് പറയുന്നുള്ളൂ. ഒരു പൊതുബോധം പൊതുബോധം വന്നു. ആ പൊതുബോധം വന്നതുകൊണ്ടാണ് ആളുകൾ അതിനെ അങ്ങനെ കാണുന്നത്. സാർ നമുക്ക് ഇനി സ്റ്റുഡൻസിൽ നിന്ന് അവർക്കും കുറച്ച് ചോദ്യങ്ങളുണ്ട്. നമുക്ക് സ്റ്റുഡൻസിന് സാറിനോട് ചോദിക്കാം. തിയേറ്ററിൽ പോയി സിനിമ കാണുമ്പോൾ ഓഡിയൻസിൻ്റെ റിയാക്ഷൻസ് ഒബ്സർവ് ചെയ്യാറുണ്ടോ? ആ റിയാക്ഷൻസ് പിന്നീടുള്ള പടങ്ങളിൽ ഹെൽപ്ഫുൾ ആണോ സാറിന്? തീർച്ചയായും നമ്മൾ ഒരു ചലച്ചിത്രകാരൻ എന്നുള്ള നിലയ്ക്ക് നമ്മൾ ഒരു സിനിമ ഉണ്ടാക്കുന്നത് ഇതുപോലൊരു സ്പേസിൽ, ഒരു ഇരുട്ട് മുറിയിലൊരു മനുഷ്യർ നമ്മളുണ്ടാക്കിയ സിനിമയിലെ രംഗങ്ങളോട് ഏത് തരത്തിൽ പ്രതികരിക്കുന്നു എന്ന് തന്നെയാണ് നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഞാൻ സിനിമ ഇറങ്ങി കഴിഞ്ഞാൽ തിയേറ്ററിൽ പോകും, ആളുകളുടെ മനുഷ്യരുടെ ഇടയ്ക്കിരിക്കും, പ്രേക്ഷകരുടെ കൂടെ ഇരിക്കും. അവിടെ ഇരുന്നിട്ട് ഞാൻ ചിലപ്പോൾ ഇങ്ങനെ നോക്കും, ഇവരുടെ കണ്ണുകളിൽ എങ്ങനെയാണ്, ഇവർ ചിരിക്കുന്നുണ്ടോ, ഇവരുടെ മുഖത്തിൽ എന്താണ്, ആ പർട്ടിക്കുലർ സീൻ ഇമോഷൻ ഇവരുടെ മുഖത്ത് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. അത് റിഫ്ലക്റ്റ് ചെയ്യും, പ്രേക്ഷകരുടെ മുഖത്ത് റിഫ്ലക്റ്റ് ചെയ്യും. ചിരി വരുന്ന സീനിൽ ചിരിക്കും, വിഷമം വരുന്ന സീനിൽ അവർക്ക് വിഷമം വരും, അവർ കണക്റ്റ് ആവാത്ത സീനിൽ അവർ ഡിസ്റ്റർബ്ഡ് ആവും, അവരെ എൻഗേജ് ചെയ്യിപ്പിച്ചിട്ടില്ലെങ്കിൽ അവർ ചിലപ്പോൾ പരസ്പരം വളർത്താൻ. അപ്പോൾ നമ്മളുണ്ടാക്കിയ സിനിമയുടെ ഈ സീക്വൻസുകൾ ഏത് സ്ഥലത്താണ് ആളുകൾക്ക് ഇഷ്ടമാവുന്നത്, ഏത് സ്ഥലത്താണ് ആളുകൾ ചിരിക്കുന്നത്, അങ്ങനെ ഞാൻ ഒബ്സർവ് ചെയ്യാറുണ്ട്. അതിന് വേണ്ടിയിട്ട് തന്നെ ഇരിക്കാറുണ്ട്. പക്ഷേ സിനിമയുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, ഒരു പ്രാവശ്യം നമ്മളൊരു സിനിമ ഉണ്ടാക്കി, ആ പർട്ടിക്കുലർ സിനിമ എല്ലാ സ്ഥലത്തും ഒരുപോലെ ആയിരിക്കും റിയാക്ട് ചെയ്യപ്പെടുന്നത്. ഓൾമോസ്റ്റ് എല്ലാ സ്ഥലത്തും ഒരുപോലെ ആയിരിക്കും റിയാക്ട് ചെയ്യപ്പെടുക. അതിന് ചിരിക്കുന്ന എല്ലാ തിയേറ്ററിലും ഒരുപോലെ ആയിരിക്കും, അതിന് ആളുകൾ ഡിറ്റാച്ച്ഡ് ആവുന്ന എല്ലാ സ്ഥലത്തും ഒരേപോലെ ആയിരിക്കും, മരവിച്ചിരിക്കുന്ന ഒരേ സ്ഥലത്തായിരിക്കും, ഇമോഷണൽ ആവുന്ന ഒരേ സ്ഥലത്തായിരിക്കും. അത് ആ പർട്ടിക്കുലർ സിനിമയുടെ സീക്വൻസുകളുടെ ഇത് മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ. പക്ഷെ നമ്മൾ പിന്നീട് ചെയ്യുന്നത് മറ്റൊരു സിനിമയാണ്. ആ കഥ വേറെയാണ്, ആ തിരക്കഥ വേറെയാണ്, അവിടെ കഥാപാത്രങ്ങൾ വേറെയാണ്, അവിടെ ആ സീക്വൻസ് പുതിയതാണ്. ആ സീക്വൻസിനോട് ആളുകൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നതെന്ന് വീണ്ടും നമ്മൾ മനസ്സിലാകുന്നത് ആ സിനിമ തിയേറ്ററിലിരിക്കുമ്പോഴാണ്. പക്ഷെ ജനറലി നമുക്കൊരു ഒരറിവ് കിട്ടും. ആളുകൾ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഇത്തരം ഒരു സീക്വൻസുകളെ റിയാക്ഷൻ കുറവാണെങ്കിൽ, ഇത്തരം സീനുകളെ കൂടുതൽ എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ആ പോയിന്റ് നമ്മൾ പിടിക്കാൻ നമ്മൾ ആലോചിക്കും. എന്നാൽ പോലും പുതിയ സിനിമ ചെയ്യുമ്പോൾ അത് പുതിയ കഥയാണ്. അതുകൊണ്ട് തന്നെ ഒരു പൂർണ്ണമായ പഠനം നമുക്ക് മനസ്സിലാവും, ആളുകൾ ചിരിക്കുന്നുണ്ടെന്ന് മനസ്സിലാവും. പക്ഷെ വീണ്ടും അതേ സീൻ പിന്നെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. വീണ്ടും നമ്മൾ വേറൊരു സീനാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ആ സീനിന് റിയാക്ഷൻ വരണമെങ്കിൽ, ഇൻവോൾവ് ആകണമെങ്കിൽ ആ തിരക്കഥയുടെ യാത്രയിൽ പ്രേക്ഷകനെ നമുക്ക് വലിച്ച് നമുക്ക് ഒപ്പം ഇടാൻ കഴിയുകയും അവരെ നമുക്ക് ഒപ്പം അടുപ്പിക്കാൻ പറ്റുകയും ചെയ്താലേ ഈ റിയാക്ഷൻസ് നമുക്ക് മനസ്സിലാവുള്ളൂ. അത് സിനിമ ടു സിനിമ പുതിയതാണ്, ഓരോ സിനിമയും പുതിയതാണ്. അങ്ങനെ കൃത്യമായി ഒരു ഇതിങ്ങനെ വെച്ചാൽ ഇങ്ങനെയാണ് എന്ന് മനസ്സിലാവുന്ന രീതിയിൽ നമുക്കൊരു ധാരണ കിട്ടുമെങ്കിൽ ഈ സിനിമകൾ പരാജയപ്പെടില്ല. സിനിമകൾ വിജയിക്കും പരാജയപ്പെടുകയും ചെയ്യുന്നുണ്ട്. എല്ലാ സിനിമകളുടെയും വിജയ ശതമാനം എന്ന് പറയുന്നത് 10ആണ്. 90% പരാജയ സാധ്യതയുള്ള ലോകത്തിലെ ഏക ബിസിനസ് ഒരുപക്ഷെ സിനിമയാണെന്ന് വിചാരിക്കുന്നത്, അതിനൊരു കച്ചവടമായിട്ട് കാണുമ്പോൾ. അതുകൊണ്ട് തന്നെയാണ് സിനിമയുടെ എല്ലാ വിജയങ്ങളും, സിനിമയെക്കുറിച്ചിട്ടുള്ള കിട്ടുന്ന അഭിനന്ദനങ്ങളും എല്ലാം വലിയ കാര്യമായിട്ട് പറയപ്പെടുന്നത്. ഇതിൻ്റെ കച്ചവടപരമായിട്ട് ഇതിൻ്റെ വിജയസാധ്യത വളരെ കുറവായിട്ടുള്ള ഒരു മേഖലയാണ്. അതുകൊണ്ട് തന്നെ എല്ലാ വിജയവും, ഇതിൻ്റെ സിനിമയുടെ വിജയം പരാജയം എന്ന് പറയുന്ന ഒരു അനിശ്ചിതാവസ്ഥ സിനിമയിലുള്ളത് കൊണ്ട് തന്നെ ഒരു ഫിലിം മേക്കർ ഈ പ്രഷറിലൂടെ, ഒരു പ്രഷർ കുക്കറിനകത്ത് പെട്ടതുപോലെ അയാൾ ലൈഫ് ലോങ് ഇങ്ങനെ ജീവിക്കും. ചിലർക്ക് ധനികനാവും, പണം കിട്ടും, സ്റ്റിൽ എത്ര പണമുണ്ടായാലും ഒരു സിനിമ ഹിറ്റായാലും നെക്സ്റ്റ് സിനിമ വരുമ്പോൾ എങ്ങനെയായിരിക്കും പ്രേക്ഷകർ ഇതിനോട് പ്രതികരിക്കാൻ പോകുന്നതെന്നുള്ള ഭയം ഫിലിം മേക്കേഴ്സിന് ഉണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആസ് എ ഫിലിം മേക്കർ സാർ ആ പ്രഷർ എൻജോയ് ഞാൻ ആ പ്രഷറിലൂടെയാണ് ഞാൻ ജീവിക്കുന്നത്. ആക്ച്വലി എൻ്റെ കൂടെയുള്ള സുഹൃത്തുക്കളുടെ ഒന്നും താടി ഇത്ര നരച്ചിട്ടില്ല. എൻ്റെ കൂടെയുള്ളവരെല്ലാം എൻ്റെ താടി ഇത്രയും നരയ്ക്കാൻ കാരണം ഈ പ്രഷർ പോകുന്നതുകൊണ്ടാണ്. ഓരോ സിനിമയും ഒരു 5 വർഷത്തെ പ്രഷർ നമുക്ക് വരും. അടുത്ത ചോദ്യം, സാറിൻ്റെ സിനിമകളിൽ ഒരു ലൊക്കേഷൻ തന്നെ ബേസ് ചെയ്തിട്ടാണ് ഷൂട്ട് നടക്കാറ്. അപ്പോൾ അത് സാറിന് കൂടുതൽ ചലഞ്ചിങ് ആണ് ചെയ്തിട്ടുള്ളത്, അത് കൂടുതൽ ഈസി ആക്കാണ് ചെയ്തിട്ടുള്ളത്? അല്ല, അങ്ങനെയില്ല. എൻ്റെ സിനിമകളെല്ലാം ഒരു ലൊക്കേഷനല്ല കഥ നടക്കുന്നത്. പല കഥകളും പല ലൊക്കേഷനിലാണ് നടക്കുന്നത്. ആ സിനിമയുടെ ഗ്രാഫ് അനുസരിച്ചിട്ടാണ് വ്യത്യാസം വരുന്നത്. ചില കഥകൾ ചിലപ്പോൾ ഒരു ലൊക്കേഷൻ സെൻട്രിക് ആയിരിക്കും. ഇപ്പോൾ സ്പാ എന്ന് പറയുന്ന സിനിമ ഒരു സ്പേസ് സെൻട്രിക്കാണ്.
പക്ഷേ ആ സ്പേസ് സെൻട്രിക് അല്ലാത്ത സിനിമകളും ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കഥ എങ്ങനെയാണ് അതിൻ്റെ തിരക്കഥ വികാസം പ്രാപിക്കുന്നതെന്നനുസരിച്ചിട്ടാണ് നമ്മൾ ആ തിരക്കഥ ഒരുക്കുന്നത്. അത് ആ സിനിമയുടെ തിരക്കഥ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്, ആ കഥാപാത്രങ്ങൾ എവിടെയാണ് പ്ലേസ് ചെയ്യപ്പെടുന്നത്, ആ കഥാപാത്രങ്ങൾ ഏത് സ്ഥലത്ത് നിന്നാണ് വരുന്നത്, ഈ കഥാപാത്രങ്ങളുടെ ട്രാവൽ എങ്ങനെയാണെന്നുള്ളതിനനുസരിച്ചിട്ട് അത് സിനിമ ടു സിനിമ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതൊരു സ്പേസ് സെൻട്രിക് സിനിമയാണ്. അല്ല, ഇപ്പോൾ സ്പാ ഒരു ഒറ്റ സ്പേസിലായിരുന്നു കൂടുതലും ഷൂട്ട് ചെയ്തത്. അപ്പം ഷൂട്ടിംഗ് വൈസും പ്രൊഡക്ഷൻ വൈസും കുറച്ചുകൂടെ ഈസി ആയിരിക്കുമോ, അതോ ഇപ്പോൾ പല പല ലൊക്കേഷനിൽ പോകുമ്പോൾ അത് കുറച്ചുകൂടെ പ്രയാസമായിരിക്കുമോ എന്ന്? അല്ല, സ്പേസ് സെൻട്രിക് ആവുന്ന സിനിമയ്ക്ക് കുറച്ചുകൂടി ടെൻഷൻ കൂടുതലാണ്. നമുക്ക് ഷൂട്ടിംഗ് വൈസ് ചിലപ്പോൾ എളുപ്പമായിരിക്കാം, കാരണം നമുക്ക് ഈ ലൈറ്റുകൾ പെറുക്കി കൊണ്ടുപോയി നമുക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ട കാര്യമോ ഒന്നുമില്ല. നമുക്ക് അവിടെ തന്നെ നമ്മൾ വൺസ് ലൈറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അല്ല, ആ ഇടത്തേക്ക് സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള സാമഗ്രികൾ ഒരുക്കി കഴിഞ്ഞാൽ ആ ഇടത്തിൽ നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ ഒരു പക്ഷേ പ്രൊഡക്ഷൻ വൈസ് ഇത് ഫ്രണ്ട്ലി ആയിരിക്കും, കുറച്ചൊരു പ്രൊഡക്ഷൻ ഫ്രണ്ട്ലി ആയിരിക്കും. പക്ഷേ സിനിമ സംവിധായകനെ സംബന്ധിച്ചിടത്തോളം, ഒരു ഫിലിം മേക്കറെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര സ്ട്രെസ്ഫുള്ളാണ്. അത് ഈസി അല്ല. കാരണം അതിനൊരു ഒരേ സ്ഥലത്ത് നിൽക്കുന്ന സിനിമയെ ഇൻട്രസ്റ്റിംഗ് ആക്കുക എന്ന് പറയുന്നത് കുറച്ചൊരു ചലഞ്ചിങ് ആണ്. അത് മറ്റ് സ്ഥലത്തേക്ക് പോകുന്നതിനേക്കാൾ ചലഞ്ചിങ് ആണ്. കാരണം അവൻ ഇതേ കാഴ്ചയിൽ, ഇതേ സ്പേസിൽ, ഇതേ കഥാപാത്രങ്ങൾ നിൽക്കുകയാണ്. അപ്പോൾ ഇതേ സ്ഥലത്ത് ഈ വിഷ്വൽസ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് കുറച്ചുകൂടെ ചലഞ്ചിങ് ആണ്. ഫിലിം മേക്കറെ സംബന്ധിച്ചിടത്തോളം ചലഞ്ച് കൂടുതലാണ്. പ്രൊഡക്ഷൻ വൈസ് അത് ഫ്രണ്ട്ലി ആയിരിക്കും, പക്ഷേ ഫിലിം മേക്കറെ സംബന്ധിച്ചിടത്തോളം ആ സിനിമയുടെ ഗ്രാഫ് അതിനകത്ത് കൊണ്ടുവരിക എന്ന് പറയുന്നത് ഭയങ്കര ചലഞ്ചിങ് ആയിട്ടുള്ള പ്രോസസ്സാണ്. എന്നിട്ട് ആ സിനിമ ഇൻട്രസ്റ്റിംഗ് ആക്കുക, എൻഗേജിങ് ആക്കുക എന്ന് പറയുന്നത് ആക്ച്വലി പേഴ്സണലി സാർ എടുത്ത ഏതെങ്കിലും ഒരു ഡിസിഷൻസ് ഫെയിലിയർ ആയിട്ടുണ്ടോ, അത് പിന്നീട് ഒരു ലേണിംഗ് ആയിട്ട് മാറിയത്? നമ്മൾ സിനിമ ചെയ്യുന്ന സമയത്ത് നമ്മളെല്ലാ ഡിസിഷൻസിനും, നമ്മളെല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരങ്ങൾക്കും നമ്മൾ യെസും നോയും പറയണം. കാരണം ഒരു ചലച്ചിത്രകാരൻ, ഒരു ഫിലിം മേക്കർ, ഒരു ഡയറക്ടർ എന്ന് പറയുന്ന ഒരു സീറ്റിൽ നിങ്ങളിരിക്കുമ്പോൾ അവിടെ വരുന്ന ആളുകൾ, അതിൽ അഭിനേതാക്കളായിരിക്കാം, അതിൻ്റെ ടെക്നീഷ്യൻസ് ആയിരിക്കാം, എല്ലാവരും ഈ സിനിമയിൽ ഈ പർട്ടിക്കുലർ കഥാപാത്രം ഇങ്ങനെയാണോ പെരുമാറേണ്ടത്, ഇയാളുടെ ബോഡി ലാംഗ്വേജ് ഇങ്ങനെയാണോ, ഇയാൾ ഇന്ന കഥാപാത്രത്തിനോട് ഇങ്ങനെയാണോ സംസാരിക്കേണ്ടത്, അല്ലെങ്കിൽ ഈ ആർട്ട് പ്രോപ്പർട്ടി ഇങ്ങനെയാണോ വേണ്ടത്, അല്ലെങ്കിൽ ഇതിൻ്റെ പെയിൻറ്റിങ് ഇങ്ങനെയാണോ വേണ്ടത്, തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, കോസ്റ്റ്യൂം ഇങ്ങനെയാണോ വേണ്ടത്, അല്ലെങ്കിൽ ഇതിൻ്റെ എഡിറ്റ് പോകുമ്പോൾ ഈ എഡിറ്റുമായിട്ട് നമുക്ക് പോസ്റ്റ് പ്രൊഡക്ഷൻ സമയത്ത് ഈ മ്യൂസിക് ഇങ്ങനെയാണോ വേണ്ടത്, ഈ എലവേഷൻ ഇങ്ങനെയാണോ വേണ്ടത്, ഇതിൻ്റെ സൗണ്ട് സ്കേപ്പ് ഇങ്ങനെയാണോ വേണ്ടത്, അല്ലെങ്കിൽ ഇതിൻ്റെ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് ഏത് ഏരിയയാണ് നമുക്ക് കൂടുതലായിട്ട് നമുക്ക് ഹൈലൈറ്റ് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള ഈച്ച് ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ചും സംവിധായകനൊരു ധാരണ വേണം. അപ്പോൾ അതിനെക്കുറിച്ച് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലെ ആളുകൾ ഈ സംവിധായകനോട് ചോദിക്കുകയും ആ സംവിധായകൻ യെസ് അല്ലെങ്കിൽ നോ എന്ന് പറയാൻ വേണം. യെസ് അല്ലെങ്കിൽ നോ പറയാനുള്ള കാരണം ഈ സിനിമയെക്കുറിച്ച് സംവിധായകൻ അറിഞ്ഞിരിക്കണം. ഈ സിനിമ ഇങ്ങനെയാണ്, ഈ കഥാപാത്രം ഇങ്ങനെ പെരുമാറാൻ സാധ്യതയുള്ളൂ, ഇതിൻ്റെ ഫോട്ടോഗ്രാഫി ഇങ്ങനെ പോകുന്നതായിരിക്കും ഈ സിനിമയ്ക്ക് ബെറ്റർ, അല്ലെങ്കിൽ ഇതിൻ്റെ മ്യൂസിക് ഇങ്ങനെ പ്ലേസ് ചെയ്യുന്നതായിരിക്കും ഈ സിനിമയ്ക്ക് ബെറ്റർ എന്നുള്ള എല്ലാ കാര്യത്തിലും സിനിമ സംവിധായകൻ്റെ ഒരു ധാരണ വേണം. എല്ലാവരും ചോദ്യം ചോദിക്കുന്നത് ഈ ഡയറക്ടറോടാണ്. അപ്പോൾ ആ യെസ്സും നോയും ഭയങ്കര ക്രൂഷ്യലാണ്. അപ്പോൾ ആ യെസ് ചിലപ്പോൾ തെറ്റാം, ആ നോ ചിലപ്പോൾ തെറ്റാം, ചിലപ്പോൾ ശരിയാവാം, പക്ഷേ അത് പറഞ്ഞേ തീരൂ. യെസ് ഓർ നോ നമുക്ക് പറഞ്ഞേ തീരൂ. അതെനിക്ക് അറിയില്ല, അതെന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല എന്ന് സംവിധായകൻ പറയാൻ പാടില്ല. അതങ്ങനെ വേണം, അതങ്ങനെ വേണ്ട. ഈ സ്റ്റാൻഡ് ഒരു സംവിധായകൻ എടുക്കണം. അപ്പോൾ അയാളുടെ സെൻസിബിലിറ്റിയെ വിശ്വസിച്ചേ പറ്റുള്ളൂ. ഫിലിം മേക്കറിനൊരു സെൻസിബിലിറ്റി ഉണ്ട്. അയാളുടെ സെൻസിബിലിറ്റിയിൽ അയാൾക്ക് വിശ്വസിച്ചിട്ട് മാത്രമേ അയാൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. കാരണം നമ്മളാണ് അതിന് യെസ്സും നോയും പറയേണ്ടത്. കാരണം ആ സിനിമയുടെ ഉത്തരവാദിത്വം മുഴുവനും ഒരു ക്രിയേറ്റീവായിട്ടുള്ള എല്ലാ ഉത്തരവാദിത്വവും സംവിധായകൻ്റെ ഷോൾഡറിലായതുകൊണ്ട് അയാൾക്ക് വേണമെങ്കിൽ ചർച്ച ചെയ്യാം. ഇപ്പോൾ അയാൾക്കൊരു കൺഫ്യൂഷൻ വന്നു കഴിഞ്ഞാൽ അയാൾക്ക് വേണമെങ്കിൽ അയാളുടെ സഹപ്രവർത്തകരോട് ഡിസ്കസ് ചെയ്യാം. പക്ഷേ ഡിസ്കസ് ചെയ്ത ശേഷം പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ വരുന്നു. എ പറയുന്നു ഇത് ശരിയല്ല, ബി പറയുന്നു ഇത് ശരിയാണ്, സി പറയുന്നു. അപ്പോൾ 4 തരത്തിലുള്ള ഒപ്പീനിയൻ വന്നു കഴിഞ്ഞാൽ ആ ഏത് ഒപ്പീനിയനിലാണ് നമ്മൾ സ്റ്റാൻഡ് ചെയ്യേണ്ടതെന്നുള്ള തീരുമാനമെടുക്കേണ്ട സംവിധായകനാണ്. അതിൽ ശരികളുണ്ടാവാം, അതിന് ശരികൾ പറ്റിയിട്ടുണ്ട്, അതിൽ ശരികളുണ്ടായിട്ടുണ്ട്, തെറ്റുകൾ പറ്റിയിട്ടുണ്ടാവാം. സെറ്റിൽ കൂടുതലും സ്ട്രെസ്സോടെയാണ് നിൽക്കാറ് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അഭിനേതാക്കളിൽ നിന്ന് കൂടുതൽ ഔട്ട് കിട്ടാൻ വേണ്ടി സാർ ഏതൊക്കെ വഴിയാണ് സ്വീകരിക്കുന്നത്? അഭിനേതാക്കൾ നമുക്ക് ഔട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അഭിനേതാക്കൾ ആ
സാഹചര്യത്തെ മനസ്സിലാക്കുക, ആ കഥാപാത്രത്തെ മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ആ കഥാപാത്രത്തെ മനസ്സിലാക്കി അവരെ നമ്മൾ ബ്രീഫ് ചെയ്യും. അവർക്ക് ആ കഥാപാത്രം ഏത് താളത്തിലാണ് സംസാരിക്കേണ്ടത്. ആക്ച്വലി ആ കഥാപാത്രം എന്താണെന്ന് അവർക്ക് മനസ്സിലാകുക എന്നുള്ളതാണ് ആദ്യത്തെ. നമ്മളവരെ ബ്രീഫ് ചെയ്യുക. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആക്ടേഴ്സിന് മനസ്സിലാവും. നമ്മൾ ബ്രീഫ് ചെയ്യുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവും. അപ്പോൾ അവർ നമ്മളോട് ചോദിക്കും ഇത് എന്ത് മീറ്ററിലാണ് പിടിക്കേണ്ടത്, അല്ലെങ്കിൽ ഇത് എങ്ങനെയാണെന്നൊക്കെ ചിലപ്പോൾ നമ്മളോട് ഡിസ്കസ് ചെയ്യും. ചിലപ്പോൾ ഇതൊന്നും ഇല്ലാതെ തന്നെ അവർ ഭയങ്കര എക്സലൻ്റ് ആയിട്ട് അവർ പെർഫോം ചെയ്യും, ഡെലിവർ ചെയ്യും. നമ്മൾ പറയുന്നതിനേക്കാൾ മുകളിൽ അവർ തരാം. ഇൻ കേസ് നമ്മൾ അവർക്ക് കൊടുക്കുന്ന ബ്രീഫിനേക്കാൾ മുകളിൽ നമ്മുടെ സെൻസിബിലിറ്റിനേക്കാൾ മുകളിൽ നമ്മൾ എന്ത് തന്നാലും ഞാനത് എടുക്കും. ഇപ്പം ഞാൻ വിചാരിക്കും എൻ്റെ പേഴ്സൺ ടു പേഴ്സൺ മാറും. അത് എൻ്റെ സെൻസിബിലിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യമാണ്. ഞാൻ അങ്ങനെയല്ല എനിക്കൊരു സിനിമ ചെയ്യാൻ പറ്റുള്ളൂ ആസ് എ ഡയറക്ടർ. എൻ്റെ സെൻസിബിലിറ്റിയിൽ ഞാനിങ്ങനെ പറയുകയാണ് എനിക്കിങ്ങനെയാണ് വേണ്ടതെന്ന് പറയുമ്പോൾ എൻ്റെ ടെക്നീഷ്യൻ അതിനേക്കാൾ മുകളിൽ എനിക്കൊരു സാധനം തന്നാൽ ഞാൻ ഹാപ്പിയാവും. അതിനേക്കാൾ മുകളിൽ ഒരു ആക്ടർ പെർഫോം ചെയ്താൽ ഞാൻ ഹാപ്പിയാവും. പക്ഷേ ഞാൻ വിചാരിക്കുന്ന ആ മാർക്കിലേക്ക് അവർ എത്തിയിട്ടില്ല എങ്കിൽ ഞാൻ അവരെ വീണ്ടും ബ്രീഫ് ചെയ്യും. അത് ചിലപ്പോൾ ഇങ്ങനെ ആയാൽ ബെറ്റർ ആയിരിക്കും, ചിലപ്പോൾ ഉള്ള സജഷൻസ് പറഞ്ഞു കൊടുക്കും. സാർ ഇപ്പോൾ ചോദിച്ച ചോദ്യം തന്നെ അതിന് കണക്ട് ചെയ്താണ്. സാർ എങ്ങനെയാണ് ആക്ടേഴ്സിനെ മോൾഡ് ചെയ്യുക എന്നുള്ളതുണ്ടല്ലോ. കാരണം അവരുടെ മറ്റ് സിനിമകളിൽ നിന്ന് വ്യത്യസ്തമായി സാറിൻ്റെ സിനിമകളിൽ അവർ വളരെയധികം സ്വാഭാവികതയോടെയാണ് പെർഫോം ചെയ്യുന്നത്. നമുക്ക് അവരുടെ ആക്ടർ എന്നുള്ള പേര് മാറ്റി അവരുടെ ക്യാരക്ടറായിട്ട് നമുക്ക് തോന്നും. ഒരു തരത്തിലും അവർ ഇന്ന ആക്ടറല്ലേ നമുക്ക് തോന്നുന്നില്ല, ആ ക്യാരക്ടറായിട്ട് മാത്രമാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അത്രമേൽ സ്വാഭാവികതയോടെയാണ് അവർ പെർഫോം ചെയ്യുന്നത്. ഇപ്പോൾ ഈ സ്പായിലാണെങ്കിൽ തന്നെയും നമുക്ക് ഈ ഫീമെയിൽ ആർട്ടിസ്റ്റുമാരെല്ലാം നമുക്ക് ഒരു തരത്തിലും അവരൊക്കെ ആർട്ടിസ്റ്റുകളാണെന്നല്ല, അവരൊക്കെ തെറാപ്പിസ്റ്റുകളായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ അതെങ്ങനെയാണ് അത്രമേൽ സ്വാഭാവികതയോടുള്ള പെർഫോമൻസ് ആക്ടേഴ്സിൽ നിന്ന് സാർ ഇങ്ങനെ പിഴിഞ്ഞെടുക്കുന്നത് എങ്ങനെയാണ്? ഞാൻ പറഞ്ഞില്ല, നമ്മളവരെ ബ്രീഫ് ചെയ്യുക, നമ്മൾ അവരെ മനസ്സിലാക്കി കൊടുക്കുക ഇതിങ്ങനെ ആയിരിക്കും പെരുമാറുക. ചിലപ്പോൾ അവർ പെർഫോം ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചെറിയ ആ വരയിൽ നിന്ന് വ്യതിയാനങ്ങളുണ്ടെങ്കിൽ നമ്മളവർക്ക് പറഞ്ഞു കൊടുക്കും. ഇതിങ്ങനെയാണ്, ഇതിങ്ങനെ ആയിരിക്കാം, ഇങ്ങനെയാണ് അവർ പെരുമാറേണ്ടതെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കും. ചിലപ്പോൾ നമ്മൾ പറയുന്നവർ കോപ്പി ചെയ്യും. അത് ആ ദിവസം അങ്ങനെ സംഭവിക്കുന്നതാണ്. എനിക്ക് അന്നത്തെ ദിവസം ഈ ആക്ടേഴ്സ് ഈ സീനിൽ ഇങ്ങനെ പെർഫോം ചെയ്തേ മതിയാവുമെന്ന് എനിക്കറിയാമല്ലോ. ഈ സീനിൽ ഈ കഥാപാത്രത്തിൻ്റെ മാനസിക തലം എനിക്കറിയാം. ഈ ക്യാരക്ടർ ഇങ്ങനെയായിരിക്കും പെരുമാറുക, ഈ ക്യാരക്ടർ ഇങ്ങനെയാണ് സംസാരിക്കുക എന്നുള്ളത് ആ കഥാപാത്രത്തിൻ്റെ പൂർണ്ണമായിട്ടും ഞാൻ വായിച്ചിട്ടുള്ളതുകൊണ്ട് ഞാൻ വായിച്ച എൻ്റെ അറിവിലേക്ക് എൻ്റെ മനസ്സിൽ ഫീഡ് ചെയ്യപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ഈ കഥാപാത്രം എങ്ങനെയായിരിക്കുന്ന ഒരു പോയിന്റിലേക്ക് അവർ എത്തിയേ മതിയാവും. അതിന് വേണ്ടിയിട്ട് ഞാൻ അവർ വലിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ എനിക്ക് കിട്ടിക്കഴിയുമ്പോൾ ഞാൻ ഓക്കെയാണ്. ഇപ്പോൾ അത് കണക്ട് ചെയ്തിട്ടുള്ള അടുത്ത ചോദ്യം, ചിലപ്പോൾ ഈ ചോദ്യം ചോദിച്ചാൽ ഞാൻ ഏറി പോകാൻ സാധ്യതയുണ്ട്. കാരണം ഈ സിനിമ കണ്ടപ്പോൾ ഈ ഹാപ്പി എൻഡിങ് കിട്ടിക്കഴിയപ്പോൾ ഈ ആക്ടേഴ്സിൻ്റെ റിയാക്ഷൻ ഉണ്ടല്ലോ, ആ റിയാക്ഷൻ എങ്ങനെയാണ് സാർ അവർക്ക് ബ്രീഫ് ചെയ്ത് കൊടുത്തെന്ന് ആ സിനിമ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി തോന്നി. ഇത് ആക്ടേഴ്സ് കുറച്ചൊരു എക്സാജറേറ്റഡ് ആയിട്ടാണത് ചിലപ്പോൾ പെർഫോം ചെയ്യുക. കാരണം സ്ക്രീനിൽ കിട്ടാൻ വേണ്ടി കുറച്ചൊരു എക്സാജറേഷനും കുറച്ചൊരു ഹ്യൂമറും ഒക്കെ അതിനകത്തൊരു ഹ്യൂമറസ് ആയിട്ടുള്ളൊരു മനുഷ്യൻ അത് ഞാൻ പറഞ്ഞില്ല, ആ സിനിമയിൽ ആകെ 3 ഇടങ്ങളിലേ ഉള്ളൂ അത്തരത്തിലുള്ള സീക്വൻസുകൾ. സിനിമ തുടങ്ങി 40ാമത്തെ മിനിറ്റിലാണ് ഈ പറയുന്ന ഹാപ്പി എൻഡിങ് വരുന്നത്. പിന്നീട് 2 പ്രാവശ്യം കൂടെ അത് ആവർത്തിക്കുന്നുള്ളൂ. അത് ആ സിനിമയിൽ 12ഓളം കഥാപാത്രങ്ങൾ വരുന്നുണ്ട്. അതിൽ 3 കഥാപാത്രങ്ങൾ മാത്രമാണ് ഈ ഹാപ്പി എൻഡിങ് ഉള്ളത്. അതും 40ാമത്തെ മിനിറ്റിലും സെക്കൻഡ് ഹാഫിൽ ഒരു 15 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ ഇല്ല. പക്ഷെ നമ്മളവരോട് പറയുകയാണ് ഇത് ഇങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മിടുക്കന്മാരായിട്ടുള്ള ആർട്ടിസ്റ്റുകളായതുകൊണ്ട് ഞാൻ പിന്നെ അധികം വിശദീകരിച്ച് കൊടുക്കേണ്ടി വന്നില്ല. ഒന്ന് ഈ പറഞ്ഞ പോലെ രാഹുല് ദിനേശും ഇവരൊന്നും പറയണ്ട. സുഗുണനൊക്കെ ഒരു കവിത പോലെയൊക്കെ ചെയ്തു, ഒരു കാവ്യാത്മകമാക്കി. സാർ പുതിയ ആൾക്കാരെ കാസ്റ്റ് ചെയ്യുമ്പം ആ ക്യാരക്ടർ മികച്ച രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ സാർ എങ്ങനെയാണ് ശ്രമിക്കുന്നത്? ഇതേ ഉള്ളൂ, ഒറ്റ ട്രിക്കേ ഉള്ളൂ. നമ്മളവരെ ഈ കഥാപാത്രം ഇങ്ങനെയാണെന്ന് നമുക്കറിയാമല്ലോ. അപ്പം നമ്മളോട് പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരിക്കുക, ഈ കഥാപാത്രം ഇങ്ങനെയാണ്, ഈ കഥാപാത്രത്തിൻ്റെ സ്വഭാവ സവിശേഷത ഇങ്ങനെയാണ്, ഈ കഥാപാത്രം ഇങ്ങനെയായിരിക്കും പെരുമാറുക എന്ന് നമ്മൾ പറയുന്നു. അപ്പോൾ അവരത് കോപ്പി ചെയ്യും. ഇപ്പോൾ അരിസ്റ്റോ സുരേഷിനെ ഞാൻ ആക്ട് ചെയ്യാൻ വേണ്ടി വിളിച്ചു. അരിസ്റ്റോ സുരേഷിന് ഞാൻ ഇത് ചെയ്യില്ല. അരിസ്റ്റോ സുരേഷിന് ഞാൻ വന്നപ്പോൾ തന്നെ ഇങ്ങനെ നിൽക്കാൻ പറഞ്ഞു. അപ്പോൾ അരിസ്റ്റോ സുരേഷ് മറ്റേ നല്ല രീതിയിൽ ഈ പാട്ട് എഴുതുകയും കവിത എഴുതുകയും അത് നാടൻ
പാട്ടുകളുടെ രീതിയിൽ ചൊല്ലുകയൊക്കെ ചെയ്യുന്ന നല്ല താളബോധമുള്ളൊരു മനുഷ്യനാണ്. സിനിമയിൽ അഭിനയിച്ചിട്ടില്ല. പിന്നീടാണ് സുരേഷ് പറയുന്നത് സുരേഷിൻ്റെ പ്രധാന ഇഷ്ടം സിനിമ തന്നെയായിരുന്നു, ചെറുപ്പം തൊട്ട് സിനിമ കാണുമായിരുന്നൊക്കെ പിന്നീടാണ് സുരേഷ് പറയുന്നത്. അപ്പോൾ സുരേഷിനെ വിളിച്ചു വരുത്തിയിട്ട് ഞാൻ സുരേഷിനോട് ഇന്ന കഥാപാത്രം ഒന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു, സുരേഷേ ഇങ്ങനെ വന്നു, ഫ്ലാറ്റിലേക്ക് വന്നു, ഞാൻ സുരേഷിനോട് ചോദിക്കുന്നു, സുരേഷിന് ഞാനൊരു രീതിയിൽ നിന്നിട്ട് തൊഴുത് ഇങ്ങനെ കാണിച്ചു, ഇങ്ങനെ നിന്നേന്ന് പറഞ്ഞു. ഡിറ്റോ സുരേഷ് കോപ്പി ചെയ്ത് കാണിച്ചു. ഞാൻ പറഞ്ഞു ഓക്കെ ഫിക്സ്ഡ്. കാരണം അതിനപ്പുറം ഇനി പുള്ളിനെ കൊണ്ട് എനിക്ക് വഴങ്ങും എന്ന് എനിക്ക് മനസ്സിലായി. ഈ വരുന്ന ആക്ടേഴ്സിനോട് നമ്മൾ ഒരു സാധനം ചെയ്യാൻ പറയുമ്പോൾ ഇവരുടെ ഡെലിവറി ചെയ്യാൻ കപ്പാസിറ്റി ഉണ്ടോ എന്ന് നമ്മൾ നോക്കും. കാരണം നമുക്ക് അവിടെ വന്നിട്ട് ഈ ദിവസം നമുക്കൊന്ന് യുദ്ധം ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ആദ്യം നമ്മളവർ വരുന്ന ഈ ഓഡീഷൻ വരുന്ന ആൾക്കാരുടെ സ്ട്രെങ്ത്ത് നമുക്ക് പിടികിട്ടും. അവരുടെ സ്ട്രെങ്ത്ത് എന്താണ്, അവരുടെ വീക്ക്നെസ് എന്താണ്, അവരുടെ പോസിറ്റിവിറ്റി എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. മോൾഡ് ചെയ്യപ്പെടാൻ പറ്റുമോ എന്നുള്ളത് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. നമ്മളൊരു ഞാൻ തനിയൊരു ഡയറക്ഷൻ സ്റ്റുഡൻ്റാണ്. സാറിൻ്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ OTT പ്ലാറ്റ്ഫോം വന്നതിന് ശേഷം നമ്മൾ സിനിമയിൽ ഒരുപാട് പേസിങ് വന്നിട്ടുണ്ട്, മാറിയിട്ടുണ്ട്. അപ്പോൾ തിയേറ്റർ എക്സ്പീരിയൻസിന് നമ്മളിപ്പോൾ എഴുതുമ്പോഴും അത് OTT ഓഡിയൻസ് നമ്മൾ മനസ്സിൽ വെക്കാറുണ്ടോ? അത് രണ്ടിനും ടോട്ടലി ഡിഫറെൻറ്റ് മൈൻഡ് സെറ്റാണോ? ഞാനങ്ങനെ OTT പ്രേക്ഷകൻ അല്ലെങ്കിൽ തിയേറ്റർ പേഴ്സൺ എന്ന് പറയുന്ന രീതിയിൽ രണ്ട് രീതിയിൽ കാണാറില്ല. ഞാനൊന്ന് പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ മാത്രമേ കാണുന്നുള്ളൂ. ആ പ്രേക്ഷകരെ തിയേറ്ററിൽ വരുന്ന മനുഷ്യരായിട്ടാണ് ഞാൻ കാണുന്നത്. ഇവർ തിയേറ്ററിൽ വന്ന് ഈ സിനിമ കാണണം, തിയേറ്ററിൽ വന്ന് ഇതിനെ കണ്ട് രസിക്കണം, തിയേറ്ററിൽ അവർക്ക് കണക്റ്റ് ആവണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞാനിതൊരു OTT അതിന് ശേഷം വരുന്ന ഒന്നാണല്ലോ. അപ്പോൾ തിയേറ്ററിൽ വന്ന ശേഷം തിയേറ്ററിൽ നമുക്ക് ഇപ്പോൾ ഒരു സിനിമ നമ്മളൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കി, ഒരു സിനിമ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ തിയേറ്റർ റൺ എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ കാലത്തേക്കായിരിക്കും. അത് ചിലപ്പം ഒരാഴ്ചയാവാം, 2 ആഴ്ചയാവാം, 100 ദിവസമാവാം, അങ്ങനെ ആയിരിക്കാം തിയേറ്റർ റൺ ഉണ്ടാവുക. അപ്പോൾ തിയേറ്റർ റൺ കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ മറ്റുള്ള പ്ലാറ്റ്ഫോം, പഴയ കാലത്താണ് വീഡിയോ കാസറ്റിലായിരുന്നിരുന്നു അല്ലെങ്കിൽ CD-യിലായിരുന്നിരിക്കാം, പിന്നീട് ഇപ്പോൾ OTT-യിൽ വരുന്നു. പക്ഷെ ബേസിക്കലി ഈ സിനിമയിലെ കഥാപാത്രങ്ങളുമാണല്ലോ OTT-യിൽ കാണുന്നത്. പേഴ്സണൽ വാച്ചും ഒരുമിച്ച് ഒരു കൂട്ടം കൂടിയിരുന്ന വാച്ചും എന്ന് പറഞ്ഞ രണ്ട് രീതിയിൽ നമ്മൾ ഇതിനെ കാണാം. പക്ഷെ ഞാൻ എപ്പോഴും സിനിമ കാണുന്നത് തിയേറ്ററിൽ മനുഷ്യന്മാർ ഒരുമിച്ചിരുന്ന് കാണുമ്പോൾ ആസ്വദിക്കണം. അതിൻ്റെ സൗണ്ട്സ്കേപ്പ്, അതിൻ്റെ മ്യൂസിക്, അതിൻ്റെ വിഷ്വൽ പ്ലാൻ, അതിൻ്റെ പെർഫോമൻസ്, പിന്നെ എല്ലാ സ്ഥലത്തും വരും. ഒരു തിയേറ്ററിക്കലായിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ ക്വാളിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആണ് ഞാൻ എപ്പോഴും ആലോചിക്കുന്നത്. അങ്ങനെ ആലോചിച്ചിട്ട് അത് പിന്നീട് ആളുകൾ OTT-യിലോ ഏത് പ്ലാറ്റ്ഫോമിലോ മൊബൈലിലോ എവിടെ വേണമെങ്കിലും കണ്ടോട്ടെ. പക്ഷെ നമ്മൾ ഉണ്ടാക്കുന്നത് ഈ തിയേറ്ററിക്കൽ വേർഷനാണ്. അല്ലാതെ ഒരു OTT-ക്ക് വേണ്ടിയിട്ടൊന്നും ഞാൻ ആലോചിക്കുകയല്ല. തിയേറ്ററിൽ ഈ സിനിമ കാണിച്ചാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളതാണ് പ്രാഥമികമായ ചിന്ത. സാർ, എൻ്റെ പേര് ശ്യാമ, ഞാൻ ആക്ടിങ് സ്റ്റുഡൻ്റാണ്. സാർ, ഇപ്പോൾ സ്പാ പോലുള്ള ഒരു മൂവി ചെയ്യുമ്പോൾ അത് തിയേറ്ററിലൊക്കെ റിലീസായി വരുമ്പോൾ പ്രേക്ഷകർ എങ്ങനെ അതിനെ കാണുക, അത് പോസിറ്റീവായിട്ടാണോ നെഗറ്റീവായിട്ടാണോ, ഇപ്പോൾ വൈറലാവുന്നുണ്ടല്ലോ, ഇതും വൈറലായി പോകുന്നില്ല, അപ്പോൾ നെഗറ്റീവ് രീതിയിൽ ഒരു വൈറലാവുമോ എന്നുള്ളൊരു ടെൻഷൻ സാറിനുണ്ടായിരുന്നോ? ഞാൻ പറഞ്ഞല്ലോ, ഒരു സിനിമ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം പ്രാഥമികമായിട്ടുള്ള ഒരു കാര്യം. ഒരു സബ്ജക്റ്റ്, ഒരു വിഷയമെടുത്ത് സിനിമയാക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ആലോചിക്കുന്നത്. സിനിമ പ്രേക്ഷകർ ആസ്വദിക്കുന്നു എന്നുള്ളതാണ്. ഒരു സിനിമ എന്നുള്ള രീതിയിൽ പ്രേക്ഷകർ ഇത് തിയേറ്ററിൽ ആസ്വദിക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രാഥമികമായ ചിന്ത. അതിനപ്പുറം വരുന്നതെല്ലാം സംഭവിക്കുന്നതാണ്. അതിന് നമുക്ക് അതിങ്ങനെ ആവും, ഇത് വൈറലാവും, ഇത് വൈറലാവില്ലേ എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ബോധർ ചെയ്യാനും പറ്റില്ല, അതിനെക്കുറിച്ച് ചിന്തിക്കാനും അതിന് വേണ്ടിയിട്ട് ചെയ്യാനും പറ്റില്ല. ആ സിനിമ ആദിമധ്യാന്തം എങ്ങനെ ഇരിക്കണം, ഒരു സിനിമയുടെ തുടക്കം, അതിൻ്റെ ആദിമധ്യാന്തം, ഒരു സിനിമ എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇരിക്കുന്നത്, എങ്ങനെയാണ് മനുഷ്യരുമായിട്ട് കണക്റ്റ് ആവുന്നത് എന്നുള്ള പോയിന്റ് മാത്രമേ നമ്മൾ ആലോചിക്കുന്നുള്ളൂ. അല്ലാതെ അതിൻ്റെ ഒരു പർട്ടിക്കുലർ ഏരിയ വൈറലാവും, ഒരു പർട്ടിക്കുലർ ഏരിയ ഇൻട്രസ്റ്റിംഗ് ആവും, അങ്ങനെ വിചാരിക്കുന്നില്ല. അറ്റ്ലീസ്റ്റ് ഞാൻ വിചാരിക്കുന്ന ആ സിനിമ ടോട്ടാലിറ്റി, അതിൻ്റെ ആദിമധ്യാന്തം എങ്ങനെ മനുഷ്യർക്ക് കണക്ട് ചെയ്യാം എന്നുള്ള മട്ടിലാണ്. സാർ, ഇപ്പോൾ പല സംവിധായകരും ഇപ്പോൾ സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ ഇത് റീലിൽ വൈറലാവുമോ, ഇത് സോഷ്യൽ മീഡിയയിൽ ഇത് വൈറലാവുമോ എന്നുള്ള ചിന്തകൾ ഇപ്പോൾ പല സംവിധായകർക്കും വന്നു തുടങ്ങി. കാരണം പല സിനിമകളും ഇപ്പോൾ അതിൻ്റെ ഒരു മാർക്കറ്റിംഗായി മാറിയിരിക്കുന്ന അതിൻ്റെ പർട്ടിക്കുലർ സീൻ റീലിൽ കൂടുതൽ ആൾക്കാർ കാണുമ്പോഴും അത് ഷെയർ ചെയ്യപ്പെടുമ്പോഴാണ്. ഇപ്പോൾ സാറിൻ്റെ സിനിമകൾ തന്നെ എനിക്ക് തോന്നുന്നു, ഇപ്പോൾ 1983-ലാണെങ്കിലും ആക്ഷൻ ഹീറോ ബിജുലാണെങ്കിലും അതിൽ പല സീനുകളും ഇപ്പോഴും റീൽസിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ട്രോൾസിലൂടെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സാർ, ഈ സ്ക്രിപ്റ്റ് എഴുതുന്ന സമയം ഇപ്പോൾ ഈ പർട്ടിക്കുലർ സീൻ
ഇത് റീലിൽ ക്ലിക്കാവാൻ സാധ്യതയുണ്ട്, ഇത് യൂട്യൂബിലും ഇത് സോഷ്യൽ മീഡിയയിലൊക്കെ ഇത് വൈറലാവാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു തോട്ട് ഈ ഡിജിറ്റൽ മീഡിയ സ്പേസ് ഈ ഡയറക്ടേഴ്സിൽ ഇപ്പം ഉണ്ടാക്കി തുടങ്ങിയോ? ഇല്ല. സിനിമയുടെ തിരക്കഥ എഴുതുമ്പോൾ ആ സിനിമയുടെ ആദ്യമധ്യാന്തമുള്ള കണക്ഷൻ മാത്രമേ നമ്മൾ ആലോചിക്കുന്നുള്ളൂ. എല്ലാ സീക്വൻസുകളും എല്ലാ സീനുകളും ഇൻട്രസ്റ്റിംഗ് ആക്കാൻ നമ്മൾ ശ്രമിക്കും. എല്ലാ സീനുകളും ആ സിനിമയ്ക്ക് ആവശ്യമുള്ള രീതിയിൽ ആ സീക്വൻസുകളെ ഇൻട്രസ്റ്റിംഗ് ആക്കാൻ നോക്കും. പക്ഷേ ഈ പർട്ടിക്കുലർ സീൻ വൈറലാവാൻ വേണ്ടിയിട്ടൊരു സീൻ ഞാൻ ഇതുവരെ എഴുതിയിട്ടില്ല. അതല്ല എൻ്റെ ഒരു. പക്ഷെ നമ്മൾ പാട്ട് ചെയ്യുമ്പോൾ പുതിയ കാലത്ത് പാട്ട് ചെയ്യുമ്പോൾ പാട്ടിൻ്റെ ഒരു മുഴുവൻ ഒരു പാട്ട് പോകുന്നു, 2 minutes പാട്ട് പോകുമ്പോൾ ഒരു പർട്ടിക്കുലർ ഏരിയ ആയിരിക്കും ചിലപ്പോൾ ആളുകൾക്ക് കണക്റ്റ് ആവുന്നത്. ആ ഏരിയ ആയിരിക്കും നമ്മൾ പാട്ടിൽ ആളുകൾ ചിലപ്പോൾ ഒരു ഹുക്കായിട്ട് കിട്ടുക. അങ്ങനെ പാട്ട് ചെയ്യുമ്പോൾ നമുക്ക് മ്യൂസിക് ഡയറക്ടേഴ്സിനോടതായ ഇങ്ങനൊരു ഹുക്ക് പോയിന്റ് ഉണ്ടായിരുന്നെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു നമുക്ക് പാട്ട് മ്യൂസിക് ഡയറക്ടറോട് സജസ്റ്റ് ചെയ്യും. അത്തരത്തിലുള്ള പരിപാടികൾ ചെയ്യാൻ എല്ലാ സിനിമകളിലും സിനിമയിൽ ഞാൻ ചെയ്യാറില്ല അങ്ങനെ. ആക്ച്വലി ഞാൻ പാട്ടിൻ്റെ കാര്യം ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. പക്ഷേ പാട്ട് ചിലപ്പം ആ ഹുക്ക് പോയിന്റ് കിട്ടിയ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും ഞാൻ ഇല്ല അങ്ങനെ അന്നേരം ആലോചിച്ചിട്ടേ ഇല്ല. ഇപ്പോൾ ഇനി ഒരു പുതിയ കാലത്തായിരിക്കും ചിലപ്പോൾ അത് നമ്മൾ മ്യൂസിക് ഡയറക്ടറോട് ചർച്ച ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഹുക്ക് പോയിന്റ് ഉണ്ടെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും എന്ന് പറയാൻ പോകുന്നത് ചിലപ്പോൾ ഇനി ഒരു പുതിയ കാലത്തായിരിക്കും. ഞാൻ ചെയ്യുമ്പോൾ ആ സിനിമയോട് ബ്ലെൻഡ് ആ പർട്ടിക്കുലർ മൂവിയോട് എങ്ങനെ ബ്ലെൻഡ് ആക്കുക എന്നുള്ളത് മാത്രമാണ് ആലോചിക്കുന്നത്. അല്ലാതെ ഒരു സീൻ അല്ലെങ്കിൽ സീക്വൻസ് വൈറലാവുക, അതിനകത്തൊരു 30 സെക്കൻഡ് വൈറലാകുക എന്ന് ഞാൻ ആലോചിച്ചിട്ടില്ല ഇതുവരെ. അങ്ങനെയല്ല ഒരു ഫിലിമിനെ കാണേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. സാറിൻ്റെ ഒരു ക്രിയേറ്റീവ് പ്രോസസ്സ് എങ്ങനെയായിരിക്കും സാർ ആ സോണിലോട്ട് എത്തുന്നത് എന്ന് വെച്ചാൽ ഒരു സിനിമ എങ്ങനെയാണ്, ഞാൻ പറഞ്ഞ പോലെ ലോകത്തിലെ ഏറ്റവും വലിയ എൻ്റർടൈൻമെൻറ്റ് മാധ്യമം എന്ന് പറയുന്നത് സിനിമ തന്നെയാണ്. അപ്പോൾ ഈ സിനിമ തിയേറ്ററിലേക്ക് വരുന്ന മനുഷ്യരെ ആകർഷിക്കാൻ വേണ്ടി, അവരെ എൻഗേജ് നിർത്താൻ വേണ്ടിയിട്ട്, അവരെ ചിരിപ്പിക്കാൻ വേണ്ടി, രസിപ്പിക്കാൻ വേണ്ടി, അവരെ ത്രില്ലടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ കഥ പര്യാപ്തമാണോ, അല്ലെങ്കിൽ അതിനുള്ള പൊട്ടൻഷ്യൽ ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ ആദ്യം ആലോചിക്കുന്നത്. ഇതിൻ്റെ ആദ്യമധ്യാന്തം നമുക്ക് കഥ വികസിപ്പിച്ചെടുക്കാൻ കഴിയുമോ എന്ന് നമ്മൾ ആലോചിക്കും. അങ്ങനെ ആദ്യം ഇതിൻ്റെ ഒരു മൂലകഥ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബീജമായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഈ ബീജം വികസിപ്പിച്ചാൽ നമ്മൾ തിരക്കഥാ രൂപത്തിലേക്ക് ആക്കി കഴിഞ്ഞാൽ ഇതിന് എത്രത്തോളം തിയേറ്ററിക്കൽ പൊട്ടൻഷ്യലുണ്ട്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സിനിമ പ്രേമികളുടെ മുന്നിലേക്ക് ഇത് പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പൊട്ടൻഷ്യൽ എന്തുണ്ടെന്നുള്ളതാണ് നമ്മൾ ആദ്യം ആലോചിക്കുക. ഇത് വികസിപ്പിക്കാനുള്ള സാധ്യതകൾ എത്രത്തോളം ഉണ്ട്, വികസിപ്പിക്കാനുള്ള സാധ്യതകൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ തിരക്കഥാ രൂപത്തിലേക്ക് അത് വരുത്തുക എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തിരക്കഥ ഇല്ലാതെ നമുക്ക് സിനിമ ചെയ്യാൻ പറ്റില്ല. ആ തിരക്കഥാ രൂപത്തിലേക്ക് ആക്കിയ ശേഷം ആ തിരക്കഥയെ പിന്നെ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. ആ എക്സിക്യൂഷന് വേണ്ടിയിട്ട് നമുക്കിതുപോലെ സാങ്കേതികമായിട്ടുള്ള പല കാര്യങ്ങളും ഒത്തുവരുമ്പോഴാണ് ഒരു സിനിമ അതിൻ്റെ ഒരു പൂർണ്ണ രൂപത്തിലേക്ക് എത്തുന്നത്. അതിന് ആക്ടേഴ്സിൻ്റെ പെർഫോമൻസും അതിൻ്റെ വിഷ്വൽ സൈഡും അതിൻ്റെ സൗണ്ട് സൈഡും എല്ലാം കൂടെ ചേർന്നിട്ട് അതൊരു ഒരു സൃഷ്ടിയായി മാറുകയാണ്. അങ്ങനെ ഒരു സൃഷ്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ബേസിക് സംഭവം നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു പൊട്ടൻഷ്യൽ ഒരു കിക്ക് കിട്ടുന്നുണ്ടോ, ഇങ്ങനെ സാധനം വന്നിട്ടില്ല, അല്ലെങ്കിൽ ഇത് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും എന്ന് നമുക്ക് വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതിന്, ഇത് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ആലോചിക്കുമ്പോൾ നമുക്ക് തോന്നുക, നമ്മളുടെ സെൻസിബിലിറ്റിയിൽ പറയുക ഇത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എലമെൻറ്റ്സ് ഇതിനകത്തുണ്ട്, ഗോ ഹെഡ് എന്ന് നമുക്ക് തോന്നുകയും പിന്നീട് നമ്മളിതൊരു പ്ലാൻ ഉണ്ടാക്കുകയും പിന്നെ നമ്മൾ പ്രൊഡക്ഷൻസിൻ്റെ അടുത്ത് പിച്ച് ചെയ്യും, ആക്ടേഴ്സിൻ്റെ അടുത്ത് പിച്ച് ചെയ്യും, നമ്മൾ സുഹൃത്തുക്കളോട് സംസാരിക്കുകയും അല്ലെങ്കിൽ മറ്റ് ടെക്നീഷ്യൻസിനോട് സംസാരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് ഫീഡ്ബാക്കാണ് ജനറലി വരുന്നതെങ്കിൽ നമുക്കൊരു എല്ലാവരും സംസാരിക്കുമ്പോൾ ആക്ടേഴ്സിന് വേണ്ടിയിട്ട് അത് ഇൻട്രസ്റ്റിംഗ് ആണെന്ന് പറയുന്നു, അല്ലെങ്കിൽ ആദ്യം നമുക്കൊരു ധാരണ വേണം, പിന്നെ ഈ എല്ലാ എലമെൻറ്റുകളും കൂടെ ഒത്തുചേരുമ്പോഴാണ് ഇതൊരു ഫിലിമായി വരുന്നത്. കാരണം ഇതിനകത്തൊരു ബിസിനസ്, ഒരു കച്ചവടവും ഒക്കെ ഉണ്ടല്ലോ. സാർ അതാണ് ഈ കച്ചവടത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് സാർ ഇപ്പോൾ ഒരു സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ ഇന്ന ക്യാരക്ടർ ഇന്ന ആക്ടർ ചെയ്താൽ നല്ലതായിരിക്കും. അപ്പോൾ ആ ക്യാരക്ടർ എഴുതുമ്പോൾ തന്നെ ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ ഇന്ന ആക്ട്രസാൻ്റെ മനസ്സിൽ വരും. മാത്രമല്ല ഇപ്പോൾ പറഞ്ഞല്ലോ ബിസിനസ് ആണെന്ന് കൂടി. ഇപ്പോൾ ഈ സ്പായുടെ സ്ക്രിപ്റ്റ് വർക്ക് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ഒരു പ്രീ പ്രൊഡക്ഷൻ സമയത്ത് തന്നെ ഒരു താരത്തിൻ്റെ സാന്നിധ്യം ഈ സിനിമയ്ക്ക് അനിവാര്യമാണ്, അല്ലെങ്കിൽ ഇന്ന താരം ഈ ഒരു റോള് ചെയ്താൽ നല്ലതായിരിക്കും. അങ്ങനെ ഒരു താരത്തിൻ്റെ പ്ലേസ്മെൻറ്റിനെ കുറിച്ചൊരു ചിന്ത ഈ പ്രീ പ്രൊഡക്ഷൻ സമയത്തോ സ്ക്രിപ്റ്റിൻ്റെ എഴുത്തിലോ ഉണ്ടായിരുന്നു? അല്ല, ഇത് ഞാൻ പറഞ്ഞില്ല, ഇതൊരു ഹീറോ സെൻട്രിക് ഒരു സിനിമ, അല്ല അതിൻ്റെ ഒരു ബിസിനസ് ആസ്പെക്റ്റും കൂടെ നോക്കുമ്പോൾ ഒരു ഹീറോ സെൻട്രിക് ഒരു സിനിമ ചെയ്യുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നിലവിലുള്ള വിപണന മൂല്യമുള്ള ഒരു ഹീറോ വെച്ചിട്ടായിരിക്കും ചിലപ്പോൾ സിനിമ നമ്മൾ ആലോചിക്കുക. അങ്ങനെയൊക്കെ നമ്മളൊരു പ്ലേസ് ചെയ്യാം. ഒരു ഹീറോ സെൻട്രിക് മൂവിയിൽ ചിലപ്പോൾ നമ്മൾ അങ്ങനെ പ്ലേസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ പുതിയ ആളുകളെ വെച്ചും ചെയ്യാം.
അല്ലെങ്കിൽ അങ്ങനെ വിപണന മൂല്യം ഇല്ലാത്തൊരു നടനെ വെച്ചിട്ട് ചെയ്തിട്ട് ഫിലിം മേക്കർക്ക് റിസ്ക് എടുക്കുകയും ചെയ്യാം. പക്ഷേ ഈ സിനിമ അങ്ങനെ ഒരു ഹീറോ സെൻട്രിക് സിനിമ അല്ലാത്തത് കൊണ്ടും ഇതൊരു സ്പേസ് സെൻട്രിക് സിനിമ ആയതുകൊണ്ടും ഇതൊരു ക്യാരക്ടർ ഡ്രിവൺ ഒരു ബിഹേവിയർ ഡ്രിവൺ സിനിമ ആയതുകൊണ്ടും ഈ പർട്ടിക്കുലർ കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ ആ കഥാപാത്രത്തെ ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന വളരെ സീസൺഡ് ആയിട്ടുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള ആക്ടേഴ്സിനാണ് ഞാൻ ചൂസ് ചെയ്തത്. ആ രീതിയിലാണ് പോയത്. അവർ ആക്ടർ എന്നുള്ള രീതിയിൽ നമ്മൾ കൊടുക്കുന്ന ഈ കഥാപാത്രത്തിനെ ഡെലിവർ ചെയ്യാൻ പൊട്ടൻഷ്യലുള്ള അത്തരത്തിൽ താളമുള്ള ആക്ടേഴ്സിനാണ് നമ്മൾ ഇതിനകത്ത് ചൂസ് ചെയ്തത്. ചിലപ്പോൾ അതൊരു ഹീറോ സെൻട്രിക് സിനിമയിൽ വേറൊരു സിനാരിയോ ആയിരിക്കും വർക്ക് ചെയ്യുന്നത്. ഈ സിനിമ അങ്ങനെ ആയിരുന്നില്ല. ഇത് ഓരോ കഥാപാത്രങ്ങളും ഇൻട്രസ്റ്റിംഗ് ആക്കാൻ വേണ്ടിയിട്ട് ആ പർട്ടിക്കുലർ കഥാപാത്രത്തെ ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആക്ടേഴ്സിനാണ് ഇതിനകത്ത് ചൂസ് ചെയ്തത്. സാറിൻ്റെ ചിത്രങ്ങളിലെല്ലാം കഥാപാത്രങ്ങൾ വലിയ പ്രാധാന്യമുള്ള പോലെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ഈ ഫീമെയിൽ ക്യാരക്ടേഴ്സിനെ ലീഡ് ചെയ്തിട്ടുള്ള ചിത്രങ്ങൾ ചെയ്യുമ്പോൾ എന്തൊക്കെ വെല്ലുവിളികളാണ് സാറ് നേരിട്ടിട്ടുള്ളത്? ആ ഫീമെയിൽ ക്യാരക്ടറാണ് സെൻട്രൽ പോയിന്റ് വരുന്നതെങ്കിൽ ആ കഥ ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ അത് സിനിമയാക്കാൻ നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് പിന്നെ ഫീമെയിലാണോ മെയിലാണോ എന്ന് നമ്മൾ നോക്കുന്നില്ല. ഞാൻ അങ്ങനെ നോക്കുന്നില്ല. ആ സിനിമയിൽ ആ കഥാപാത്രം ഫീമെയിലാണ്. ആ കഥാപാത്രത്തിന് ഒരു ഫീമെയിലിൻ്റെ കഥ പറയുന്ന ഒരു ഫീമെയിൽ ലീഡ് കഥാപാത്രത്തിൻ്റെ കഥ പറയുന്ന ഒരു സിനിമയാണെന്ന് വിചാരിക്കുക. ആ സിനിമ ചെയ്യണമെന്ന് നമുക്കൊരു കിക്ക് കിട്ടിയെന്ന് വിചാരിക്കുക. ഈ സിനിമ ഇൻട്രസ്റ്റിംഗ് ആണ് എന്ന് വിചാരിക്കുക. പിന്നെ അത് മെയിലാണോ ഫീമെയിലാണോ ഒന്നും നോക്കേണ്ട കാര്യമില്ല. അത് ഫീമെയിലാണ് ആ ലീഡ് കഥാപാത്രം ചെയ്യേണ്ടതെങ്കിൽ ഫീമെയിൽ, അത് മെയിലാണ് ആ കഥാപാത്രം ചെയ്യേണ്ടതെങ്കിൽ മെയിൽ. അല്ല ഇനി നമ്മളൊരു താരത്തിന് വേണ്ടിയിട്ടാണ് സിനിമ ചെയ്യുന്നതെങ്കിൽ അങ്ങനെ. അത് മനസ്സിലായില്ലേ? അത് വ്യത്യാസമുണ്ട്. ഇപ്പോൾ നമ്മളൊരു നമുക്ക് ഈ സാധനത്തിന് ട്രിഗർ വരിക എന്നുള്ളതാണ്. ഈ പർട്ടിക്കുലർ ക്യാരക്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് കൊള്ളാം, ഈ സിനിമയിലൊരു സിനിമാറ്റിക് എലമെൻ്റ് ഉണ്ട്, ഇത് ചെയ്യേണ്ടതാണ്, ഇത് പറയേണ്ടതാണെന്ന് പറഞ്ഞാൽ നമ്മളൊരു ഫീമെയിൽ ആക്ട്രസിൻ്റെ അടുത്ത് പിച്ച് ചെയ്യും. അപ്പോൾ ആ ആക്ട്രസിൻ്റെ അടുത്ത് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ നോക്കും. സാർ ഇപ്പം ഈ സ്പായെക്കുറിച്ചുള്ളൊരു പൊതുബോധം ഉണ്ടല്ലോ, ആ പൊതുബോധം കാരണമാണോ ചില നടന്മാർ അവസാന നിമിഷം ഈ സിനിമയിൽ നിന്ന് പിന്തിരിഞ്ഞ് മാറിയത്? കാരണം സാറ് തന്നെ പല ഇൻ്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ട്, ഷാജോൺ, അരുൺ, അതുപോലെ ജനാർദ്ദനൻ സാർ അവസാന നിമിഷം അവർ പിന്തിരിഞ്ഞു പോയെന്ന്. അതിനോടൊപ്പം തന്നെ ഈ ഫീമെയിൽ ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ, ഇപ്പം ഈ നിലവിലിരിക്കുന്ന ഈ ഫീമെയിൽ ക്യാരക്ടേഴ്സിനെ തന്നെയാണോ തുടക്കം മുതൽ ഫിക്സ് ചെയ്തത്? ഏതെങ്കിലും ഒരു ഫീമെയിൽ ആർട്ടിസ്റ്റുകൾ ഇതുപോലെ ഈ പൊതുബോധം കാരണം പിന്മാറിയ സാഹചര്യം ഉണ്ടായിരുന്നു? ഞാൻ ആർട്ടിസ്റ്റുകളുടെ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ചിലപ്പം നമ്മളായിട്ട് നമ്മുടെ ബഡ്ജറ്റ് ഇഷ്യൂ കൊണ്ട് അഭിപ്രായ വ്യത്യാസം വന്നവരുണ്ട്. ചിലപ്പോൾ ഈ കഥാപാത്രം ചെയ്യണമെന്ന് അത് ഫീമെയിൽ ആക്ട്രസ്സുമാരും ഇതിനകത്ത് വരാമെന്ന് പറഞ്ഞിട്ട് ബഡ്ജറ്റ് ഇഷ്യൂ കാരണം വരാതിരുന്നവരുണ്ട്. ചിലപ്പോൾ ഈ കഥ ഇഷ്ടപ്പെടാതിരുന്നവരും ഉണ്ടാവാം, ഈ കഥയിലൊരു കിക്ക് തോന്നിയിട്ടില്ല എന്ന് പറഞ്ഞവരുണ്ടാവും. പക്ഷേ ഞാനൊരു പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. ഷാജോൻ്റെ കാര്യം പറഞ്ഞ്, ഷാജോൻ എനിക്കൊരു സുഹൃത്ത്, അല്ലെങ്കിൽ അരുണൊക്കെ എൻ്റെ സുഹൃത്ത് എന്നുള്ള രീതിയിൽ ഉള്ള സ്വാതന്ത്ര്യം കൊണ്ടാണ് ഞാനൊരു പേര് പറഞ്ഞത്. ചിലപ്പോൾ അവർക്ക് എന്തിനാണ് അങ്ങനെ പേര് പറഞ്ഞതെന്ന് തോന്നിയാലും അത് എൻ്റെ സുഹൃത്തുക്കളായതുകൊണ്ട് എനിക്ക് പറയാനുള്ള ഫ്രീഡം കാരണം ഞാൻ പറഞ്ഞതാണ്, ഒരിക്കലും അവരെ കുറ്റപ്പെടുത്തി പറഞ്ഞതല്ല. ജനാർദ്ദൻ സാറിൻ്റെ കാര്യം പറഞ്ഞത് ഞാനൊരു തമാശയായിട്ട് ഇങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. ഷാജോൻ്റെ ഒക്കെ കാര്യം എനിക്ക് വർക്ക് ചെയ്ത് പരിചയമുള്ള അങ്ങനെ അടുപ്പമുള്ളത് കൊണ്ട് പറഞ്ഞതാണ്. പക്ഷേ അവരുടെ കൺസേൺ ചിലപ്പോൾ ഈ കോസ്റ്റ്യൂം ആയിരിക്കാമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അല്ലാതെ സിനിമയെക്കുറിച്ചുള്ളതിനേക്കാൾ ഉപരി ഒരു ഡിസ്പോസിബിൾ ബ്രീഫും ഒക്കെ ഇട്ടിട്ടാണ് ഇത് നിൽക്കേണ്ടി വരുന്നതെങ്കിൽ ചിലപ്പോൾ കുറച്ച് ഓക്വേർഡ് ആവുമോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും. ആ വിഷ്വലി, ആ കഥയുടെ ഒന്നും ആയിരിക്കില്ല, വിഷ്വലി അവരെ പ്രസൻറ്റ് ചെയ്യുമ്പോൾ സ്ക്രീനിൽ ചിലപ്പോൾ അങ്ങനെ പറയേണ്ടതെന്ന് തോന്നിയിട്ടായിരിക്കും. അതിൻ്റെ ഒരു ഓക്വേർഡ്നെസ് ഓർത്തിട്ടുള്ള ചമ്മൽ കൊണ്ട് പറയാതിരുന്നായിരിക്കും. കഥയെക്കുറിച്ചുള്ള അഭിപ്രായ വ്യത്യാസം കൊണ്ടൊന്നും ആയിരിക്കില്ല. കഥയെക്കുറിച്ചോ അല്ലെങ്കിൽ എന്നെ വിശ്വാസമില്ലാഞ്ഞുകൊണ്ടായിരിക്കില്ല ഈ പർട്ടിക്കുലർ ക്യാരക്ടർ ഞാൻ ഇങ്ങനെ ഡ്രസ്സിട്ട് വന്നാൽ അങ്ങനെ ആ സ്ക്രീനിൽ വരാൻ താല്പര്യമില്ലാത്തതുകൊണ്ടും ആയിരിക്കാം. വേറെ ചോദ്യങ്ങൾ? I have two questions. My name is Sharda. I am a student of Chavra, acting student of Chavra. Two questions from my side which has popped up into my mind. First, മലയാളി പ്രേക്ഷകർ ഭയങ്കര വ്യത്യാസമായ ഒരു പ്രേക്ഷകരാണ്, and they want everything new. So for this new generation, what content you would avoid to write? Second question is, what is the full form of your spa? നമ്മളൊരു സിനിമ ചെയ്യുന്നത് തീർച്ചയായും അത് പല രീതിയിൽ സിനിമ ചെയ്യാം. ഇത് പ്രാദേശികമായി ഒരു പ്രാദേശിക സ്വഭാവമുള്ള സിനിമയാണോ, അതോ ഈ സിനിമ ലോകത്തുള്ള എല്ലാ പ്രേക്ഷകരെയും ഇഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള സിനിമയാണോ,
എന്നുള്ള രീതിയിൽ സിനിമ നമുക്ക് കാണാം. ചില സിനിമകൾക്ക് പ്രാദേശിക സ്വഭാവം വരും. കാരണം അവരുടെ വസ്ത്രധാരണം, അവരുടെ കൾച്ചർ, നമ്മളുടെ കൾച്ചർ ചിലപ്പോൾ മറ്റൊരാൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്തൊരു കൾച്ചറുമായിട്ട് റിലേറ്റഡ് കണക്റ്റഡ്, നമ്മൾ ജീവിക്കുന്ന ഒരു കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട് വളരെ കണക്ട് ചെയ്ത് കിടക്കുന്ന ഒരു സാധനമാണെങ്കിൽ ചിലപ്പോൾ അതൊരു വളരെ പ്രാദേശിക സ്വഭാവം വരാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ മറ്റുള്ള ആളുകൾ മറ്റുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ കണക്ട് ചെയ്യില്ലോ എന്ന് നമുക്ക് ചിലപ്പോൾ സംശയം തോന്നാം. പക്ഷെ ബേസിക് ഒരു ഫിലിം നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിന് ഒരു ബേസിക് ഹ്യൂമൻ ഇമോഷൻ എന്ന് പറയുന്ന സാധനമുണ്ട്. അത് ലോകത്തെല്ലാ സ്ഥലത്തും ഒന്നാണ്. ഇപ്പോൾ ഒരു അമ്മയ്ക്ക് കുട്ടിയോട് തോന്നുന്ന ഒരു വാത്സല്യം, അല്ലെങ്കിൽ ഒരു പ്രൊട്ടക്ഷൻ, അല്ലെങ്കിൽ ഭർത്താവിനോട് ഭാര്യയ്ക്ക് തിരിച്ചു തോന്നുന്നത്, കാമുകന്മാർ തമ്മിലുള്ള റിലേഷൻ, അവരുടെ പ്രണയം, അവരുടെ വേദനകൾ, അല്ലെങ്കിൽ ഇത്തരത്തിൽ മനുഷ്യർ തമ്മിലുള്ള ഇൻറ്ററാക്ഷൻസാണ് സിനിമയിൽ പ്രധാനമായിട്ട് വരുന്നത്. മൃഗങ്ങൾ തമ്മിലുള്ളതും പറഞ്ഞിട്ടുള്ള കഥകളുണ്ട്, മനുഷ്യരും മൃഗങ്ങൾ തമ്മിലുള്ളവരുണ്ട്, മനുഷ്യരും പ്രകൃതിയായിട്ടുള്ളവരുണ്ട്. പക്ഷേ ഞാൻ പറയുന്നത് മനുഷ്യർ തമ്മിലുള്ള കണക്ഷനിലുണ്ടാകുന്ന ഇമോഷൻസിൻ്റെ കഥകളൊക്കെ ആയിരിക്കും പ്രധാനമായിട്ടും നമ്മൾ പറയുക. അത്തരത്തിൽ മനുഷ്യർ തമ്മിലുള്ള ഇമോഷണൽ കണക്റ്റുകൾ, മനുഷ്യരും പ്രകൃതിയോ മനുഷ്യരും മൃഗങ്ങളോ എന്തെങ്കിലും തമ്മിൽ ഈ രണ്ട് ഇത് തമ്മിലുള്ള ഒരു കണക്ഷൻ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ, ആ കണക്ഷൻ കിട്ടി നിങ്ങൾ പറയാൻ പോകുന്ന കഥ ആളുകളെ ചിരിപ്പിക്കാൻ ഉതകുന്നതാണെങ്കിൽ, അല്ലെങ്കിൽ ആളുകളെ രസിപ്പിക്കാൻ ഉതകുന്നതാണെങ്കിൽ, അല്ലെങ്കിൽ ഇമോഷണലി ടച്ച് ചെയ്യാൻ ഉദ്ദേശിപ്പിക്കുന്നതാണെങ്കിൽ, അല്ലെങ്കിൽ മനുഷ്യന് ടെൻഷൻ തരുന്ന രീതിയിൽ ഒരു സീറ്റ് എഡ്ജിങ് എന്തെങ്കിലും ആണെങ്കിൽ നിങ്ങൾക്ക് ആ കഥ തിരഞ്ഞെടുക്കാം. അടിസ്ഥാനപരമായിട്ടൊരു ഫിലിം മേക്കറിന് തോന്നേണ്ട കാര്യം, ഇത് അവനവന് ഒരു ഫിലിം മേക്കറിന് സിനിമ ചെയ്യുക, ഇത് ഫിലിം ചെയ്യാൻ പോകുന്ന ആൾക്ക്, ഇപ്പം എനിക്ക് അത് കണക്റ്റ് ആവുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. ഒരു സിനിമ ചെയ്യുമ്പോൾ ആദ്യം ഇത് എക്ക് കണക്റ്റ് ആവണം. ആണ് ഡയറക്ടറെങ്കിൽ. ഒരു സിനിമ ചെയ്യുകയാണെങ്കിൽ ആദ്യം ഇത് ബിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. ബിക്ക് ഇത് മനസ്സിലാവണം. ഇതിൻ്റെ ഇമോഷൻസ് അയാൾക്ക് കിട്ടണം. അതിൻ്റെ ഇമോഷൻസ്, ആ പർട്ടിക്കുലർ കഥയുടെ ഇമോഷൻ ആ പർട്ടിക്കുലർ ഡയറക്ടർക്ക്, അത് ചെയ്യാൻ പോകുന്ന എഴുത്തുകാരന്, ആ സംവിധായകന് പേഴ്സണലി കണക്റ്റ് ആവുന്നുണ്ടെങ്കിൽ, അയാൾക്ക് വൈകാരികത ഉണ്ടാകുന്നുണ്ടെങ്കിൽ, അയാൾക്ക് ചിരി വരുന്നുണ്ടെങ്കിൽ, അയാൾക്ക് ആ സിനിമയുമായി മുന്നോട്ട് പോകാം. അത് വളരെ പേഴ്സണാണ്. അത് പിന്നീട് നെക്സ്റ്റ് ചോദ്യം, ഇത് ഞാൻ പറഞ്ഞ പോലെ ഒരു വാണിജ്യ, ഇതിനകത്തൊരു കച്ചവടം ഇതിനകത്തൊരു ഭയങ്കര പ്രധാനപ്പെട്ട ഒന്നായതുകൊണ്ട് ഈ കഥ അയാൾക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റണം മറ്റുള്ള ആൾക്കാരെ, അതിൻ്റെ നടന്മാരെ, അതിൻ്റെ പ്രൊഡക്ഷൻ ഹൗസിനെ, അതിൻ്റെ മറ്റ് ടെക്നീഷ്യൻസിനെ അയാൾക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ അയാളുടെ കയ്യിൽ ആ കഥ രൂപപ്പെട്ട് വികാസം പ്രാപിച്ചു വരണം. അപ്പോഴാണ് അയാൾക്ക് ആ സിനിമയുമായി മുന്നോട്ട് പോകാൻ പറ്റുന്നത്. അത് വളരെ വളരെ പല സ്ഥലങ്ങളിലും കണക്ട് ചെയ്ത് കിടക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഒരു ആൾ ഇന്ന സിനിമ ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ഇന്നത് ചെയ്യാനേ പാടില്ല എന്ന് പറയാൻ ഞാൻ ആളല്ല. അത് ആ സിനിമ ചെയ്യേണ്ട ആൾക്ക് തോന്നേണ്ട ഒരു കാര്യമാണ്. ഈ സിനിമ എനിക്ക് കണക്റ്റ് ആവുന്നുണ്ട്, ഐ വാണ്ട് ടു ഡു ദിസ് മൂവി, അപ്പം ഞാനത് പിച്ച് ചെയ്യണം, എനിക്കത് ചെയ്യണം. അത് ഒരു ഭയങ്കരമായ ആഗ്രഹം ഒരു മനുഷ്യന് വന്നിട്ട് അയാൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ ഏതെങ്കിലും പോയിന്റിൽ അയാളെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്ഷൻ ഹൗസിനെ അയാൾക്ക് മീറ്റ് ചെയ്യാനോ, അല്ലെങ്കിൽ അയാൾക്ക് പറ്റുന്ന ഒരു ആക്ടറെ അയാൾക്ക് തിരഞ്ഞെടുക്കാനോ പറ്റും. അത് വളരെ പേഴ്സണലാണ്. ഇപ്പോൾ ഒരാൾക്ക് തോന്നുന്നു, അങ്ങനെ പ്രൊഡക്ഷൻ ഹൗസിൻ്റെ ആവശ്യമില്ല, ഒരു സംവിധായകന് തോന്നുകയാണ് എനിക്ക് സിനിമ ചെയ്യണം, അയാൾ തന്നെ എഴുതുന്നു എനിക്ക് സിനിമ ചെയ്യണം, എനിക്ക് ഒരു നിർമ്മാതാവിൻ്റെ ആവശ്യമില്ല, അയാൾക്ക് തന്നെ എനിക്ക് നിർമ്മിക്കാൻ ഈ പണം ആവശ്യമുണ്ട്. ഒരു ആക്ടറും അയാൾക്ക് വരുന്നില്ല, ഒരു ആക്ടറും വേണ്ട, ഞാൻ തന്നെ അഭിനയിക്കും, അല്ലെങ്കിൽ എനിക്ക് പരിചയമുള്ള സുഹൃത്തുക്കളെ കൊണ്ട് ഞാൻ അഭിനയിക്കും. ആരും പറയാനില്ല, നിങ്ങളെ ആരും ചോദ്യം ചെയ്യാനില്ല. അത് ഒരാളുടെ ആറ്റിറ്റ്യൂഡുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. ഒരു ഫിലിം മേക്കർക്ക് ഇന്ന സിനിമ ചെയ്യണമെന്ന് ആഗ്രഹം തോന്നിക്കഴിഞ്ഞാൽ അയാൾക്ക് ആ സിനിമ ചെയ്യാം. ഇന്നത് ചെയ്യരുതെന്ന് നമുക്ക് പറയാനായിട്ട് അങ്ങനെ പറയാനേ പറ്റില്ല. അതൊന്നും എൻ്റെ സ്പായിലെ ഫുൾ ഫോം ആ സിനിമയിൽ പറയുന്നുണ്ട്. ദയവേത് ആ സിനിമ കാണുക. ഞാൻ സ്പായ എന്താണെന്നും സ്പായുടെ ഫുൾ ഫോം എന്താണെന്നും എത്തരത്തിലുള്ള സ്പായ ആണെന്നും സിനിമയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഞാനത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ആ സിനിമ നിങ്ങൾ തിയേറ്ററിൽ പോയി കാണണമെന്ന് ഫിലിം സ്റ്റുഡൻ്റ് എന്നുള്ള രീതിയിൽ ഞാനൊരു വെറുതെ ഒരാളോട് പറയല്ല, ഒരു ഫിലിം സ്റ്റുഡൻ്റ് എന്നുള്ള രീതിയിൽ ആ സിനിമയൊന്ന് കാണണമെന്ന് ഞാൻ സജസ്റ്റ് ചെയ്യുകയാണ്. സിനിമ കണ്ടാൽ അതിന് ഉത്തരം കിട്ടും. 1983 ആക്ഷൻ ഹീറോ ബിജു പോലുള്ള പടങ്ങളിൽ റിയലിസം കൂടുതലാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഒബ്സർവേഷനും അത് സ്ക്രിപ്റ്റിലോട്ട് കൺവേർട്ട് ചെയ്യുന്നതിന് സാറിൻ്റെ ഒരു രീതി. പിന്നെ ഒരു സംശയം, ഈ
1983-നകത്ത് സച്ചിൻ ഫ്രം ബോംബെ എന്ന് പറഞ്ഞൊരു കഥാപാത്രം ഉണ്ടല്ലോ. ആ കഥാപാത്രം അത് റിയൽ ലൈഫിൽ കണ്ടുമുട്ടിയതാണോ അതോ സാറിൻ്റെ ആബ്സല്യൂട്ട് ക്രിയേറ്റിവിറ്റിയാണോ? അത് റിയൽ ലൈഫിൽ കണ്ടല്ല, ഞാനത് അതിനൊരു ഫൺ സാധ്യത കണ്ടിട്ട് അങ്ങനെ ചെയ്തതാണ്. അത് ഗ്രിഗറി ആ സമയത്ത് ആക്ച്വലി ഗ്രിഗറിനെ ഞാൻ കാസ്റ്റ് ചെയ്യാനിരുന്നതാണ്. സിനിമയിൽ മുഴുനീള കഥാപാത്രമായിരുന്നു ഗ്രിഗറി. പക്ഷേ ആ സമയത്ത് ABCD സിനിമയുടെ ബാക്കിയുള്ള ഷൂട്ട് വന്നപ്പോൾ ഗ്രിഗറിയുടെ ഡേറ്റ് ക്ലാഷായി. അങ്ങനെ പിന്നീട് ABCD റിലീസായ ശേഷമാണ് ഗ്രിഗറി വന്നത്. അപ്പോൾ എനിക്ക് ഗ്രിഗറിനെ ആ സിനിമയിൽ പ്ലേസ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ആ കഥാപാത്രത്തെ കൂടെ ആ രീതിയിലാണ് സൃഷ്ടിക്കപ്പെട്ടത്. അത് ഒരു എൻ്റർടൈനിങ് സാധ്യത ഉണ്ടെന്ന് തോന്നിയതുകൊണ്ട് സൃഷ്ടിച്ചാണ്. എൻ്റെ റിയൽ ലൈഫിൽ കണ്ടിട്ടുണ്ടെന്ന് വെച്ചാൽ ഞാൻ കണ്ടിട്ടില്ല. സാറിൻ്റെ ആക്ഷൻ ഹീറോ ബിജുവിൻ്റെ രണ്ടാം ഭാഗത്തെക്കുറിച്ച് ഒരുപാട് ചോദ്യങ്ങൾ സാറിന് വന്നു കഴിഞ്ഞു. പക്ഷേ ഈ 1983 ഉണ്ടല്ലോ, അതിനൊരു രണ്ടാം ഭാഗത്തിനുള്ള സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നി. കാരണം അതിൽ അഭിനയിച്ച മോൻ സാറിൻ്റെ മോൻ തന്നെയാണ്. രമേശിൻ്റെ മോൻ വളർന്നു, എബ്രിഷൻ്റെ മോൻ വളർന്നു. അപ്പോൾ അതിൻ്റെ ഒരു രണ്ടാം ഭാഗത്തെക്കുറിച്ച് മോൻ ഇപ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലൊക്കെ കയറി വലിയ സംഭവമായി ആ രീതിയിലൊക്കെ സാറ് ചിന്തിക്കുന്നുണ്ടോ? ഇല്ല, 1983 സിനിമയ്ക്ക് രണ്ടാം ഭാഗമില്ല. ആ സിനിമ അവിടെ അവസാനിച്ചു. ആ സിനിമ ഗ്രാഫ് തുടങ്ങി അത് കൃത്യമായൊരു പോയിന്റിൽ അവസാനിപ്പിച്ചിട്ടുണ്ട്. ഇനി ആ സിനിമയ്ക്ക് ഒരു കാരണവശാലും രണ്ടാം ഭാഗം ഇല്ല. സർ, ഇപ്പോൾ ആക്ഷൻ ഹീറോ ബിജു, അത് ശരിയാണ്, കോടതിയുടെ ഒരു പരിഗണനയിലിരിക്കുന്ന വിഷയമാണ്. പക്ഷേ അതിന് എന്തെങ്കിലും ഒരു സാധ്യത കാണുന്നുണ്ടോ? ചർച്ചയിൽ എന്തെങ്കിലും? അല്ല, അത് വളരെ ഇന്റേണൽ ആയിട്ടുള്ള ഒരു മാറ്ററാണ്. ഓക്കെ. സാറിൻ്റെ ഒരു സംഭാഷണത്തിൽ നിന്ന് മനസ്സിലായത് സിനിമ എന്നത് സർവൈവ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ഫീൽഡാണ്. അതോടൊപ്പം തന്നെ രാഷ്ട്രീയവും സ്പോർട്സൊക്കെ സർവൈവ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു ഫീൽഡാണ്. അപ്പോൾ സാറിൻ്റെ മോനിപ്പോൾ സിനിമയിലേക്ക് സജീവമാവാൻ പോവുകയാണ്. ഒരു മലയാള സിനിമയിലെ ഒരു പ്രമുഖ സംവിധായകൻ എന്നുള്ള നിലയിൽ സിനിമയിലേക്ക് സജീവമാവാൻ പോകുന്ന സാറിൻ്റെ മോന് നൽകുന്ന ഒരു ഉപദേശം എന്തായിരിക്കും? ഞാൻ ആദ്യം ഞാൻ എന്തെങ്കിലും എൻ്റെ മോൻ പഠിക്കുന്ന സമയത്തോ നീ ഇന്നത് പഠിക്കണമെന്നോ ഒന്നും ഞാൻ എൻ്റെ ആഗ്രഹം അവൻ ക്രിക്കറ്റർ ആവണം എന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം. അവൻ ഗ്രൗണ്ടിൽ ക്രിക്കറ്റ് കളിക്കുന്നത് കാണുന്നതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ എക്സൈറ്റ്മെൻറ്റ്. എൻ്റെ സ്വപ്നങ്ങളിൽ രമേശൻ മകനെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് പോലെ എൻ്റെ മകൻ ക്രിക്കറ്റ് കളിക്കുന്നത്, ഗ്രൗണ്ടിൽ ക്രിക്കറ്റ് കളിക്കുന്നത്, വളരെ പ്രൊഫഷണലായിട്ട് ക്രിക്കറ്റ് കളിക്കുന്നത് കാണണമെന്നുള്ള ആഗ്രഹമാണ് എനിക്കുണ്ടായിരുന്നത്. പക്ഷേ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത്, കാരണം അവനൊരു അണ്ടർ 14 അല്ലെങ്കിൽ അണ്ടർ 16 ഒരു സ്റ്റേറ്റ് ടീമിൽ അവന് സോൺ മാച്ച് വരെ കളിച്ചു. ഡിസ്ട്രിക്ട് ടീമിലുണ്ടായിരുന്നു, സോൺ മാച്ച് വരെ കളിച്ചു. പിന്നെ എനിക്ക് തോന്നി അവൻ അത്രയും ഡെഡിക്കേറ്റഡായിട്ട് അത്രയും ഫോക്കസ്ഡ് ആയിട്ട് നിൽക്കണമായിരുന്നു. അത്രയും ഫോക്കസ് അവനുണ്ടോ ഇല്ലയെന്ന് ആ സമയത്ത് അവന് ബെസ്റ്റ് പ്ലെയർ ട്രോഫിയൊക്കെ കിട്ടുകയൊക്കെ ചെയ്തു. പക്ഷേ ആ സമയത്തിനുള്ളിൽ അവൻ സ്റ്റേറ്റ് ടീമിൽ എത്താൻ സാധിച്ചില്ല. കാരണം ഒരുപാട് പേര് ട്രൈ ചെയ്യുന്നുണ്ടല്ലോ. പിന്നെ ഞാൻ വിചാരിച്ചു, പിന്നെ അവൻ അതിൻ്റെ പുറകെ തന്നെ പോയാൽ അവൻ ലൈഫിൽ ഡിപ്രഷനിലാവും. അതുകൊണ്ട് ഞാൻ പിന്നെ അവനെ തിരിച്ച് വിളിച്ചിട്ട് ബാക്കി പഠിക്കാനുള്ള കാര്യങ്ങൾ നോക്കാൻ പറഞ്ഞു. അവൻ 10ാം ക്ലാസ് പാസ്സായി, +2 പാസ്സായി. അപ്പോൾ +2 പാസ്സായി കഴിഞ്ഞപ്പോൾ ഇന്നത് ചെയ്യണമെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. നീ ഇന്ന കോഴ്സ് പഠിക്കണമെന്നോ അങ്ങനെയൊന്നൊരു സജഷൻ ഒന്നും ഞാൻ വലിയ കാര്യമായിട്ട് വെച്ചില്ല. അല്ലാതെ തന്നെ അവൻ ഫിലിം മേക്കിംഗ് ആണ് പഠിക്കാൻ പോയത്. ഫിലിം മേക്കിംഗ് ആണ് പഠിച്ചത്. അവൻ പൂനെയിൽ ഫിലിം മേക്കിംഗ് ഡിഗ്രിയാണ് അവൻ ചെയ്തത്. അവനോ? അങ്ങനെ അഡ്വൈസ് ഇല്ല. ഈ ലോകത്ത് സന്തോഷമായിട്ട് ജീവിക്കും. അവനെന്താണോ അവന് ആഗ്രഹമുള്ളത് അവനത് ചെയ്യട്ടെ എന്നുള്ളതാണ്. അപ്പോൾ ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ ഞാൻ അവനെ ഇപ്പോൾ അടുത്തൊരു സിനിമ അവനെ കാസ്റ്റ് ചെയ്യാൻ തോന്നിയത്, അങ്ങനെ എത്രയോ സിനിമ ചെയ്തു. 1983 കഴിഞ്ഞിട്ട് ഇത്രയും കാലം എൻ്റെ ഒരു സിനിമയിലും അവനില്ല. എന്നാൽ പിന്നെ എൻ്റെ മകനെ അടുത്ത സിനിമയിൽ അഭിനയിപ്പിച്ചേക്കാമെന്ന് വിചാരിച്ചിട്ടല്ല. ഒരു പോയിന്റിൽ എനിക്ക് അവനെ കണ്ടപ്പോൾ എനിക്ക് തോന്നി അവനെ വെച്ചിട്ടൊരു സിനിമ ചെയ്താൽ ഇൻട്രസ്റ്റിംഗ് ആയേക്കുമെന്ന് തോന്നിയൊരു പോയിന്റിലാണ് പ്രചോദ് വരികയും പ്രചോദ് നിന്ന് അവനെ കാസ്റ്റ് ചെയ്യാമെന്ന് പറയുകയും. അതിനു മുൻപ് അവനെ കുറച്ച് സിനിമകളൊക്കെ വന്നിരുന്നു. പിന്നെ അതൊന്നും അവൻ ഒത്തിരി കഥകൾ വന്നെങ്കിലും ചെയ്തില്ല. പിന്നെ ഈ പ്രചോദ് വരികയും പ്രചോദിനെ അവനെ വെച്ചിട്ട് ഒരു പടം ചെയ്യാൻ തോന്നുകയും അങ്ങനെ അതിൻ്റെ സ്ക്രിപ്റ്റിങ് നടക്കുകയാണ് ചെയ്തത്. അവൻ തന്നെ പറയാം, അവൻ എപ്പോഴും നെപ്പോക്കിടെന്ന് വിളിച്ചിട്ട് ആൾക്കാർ കളിയാക്കുന്നത്. ഞാൻ പറയാം അവൻ പറഞ്ഞു, ഞാൻ അങ്ങനെ പറയാറില്ല, ഇടയ്ക്കിടയ്ക്ക് നെപ്പോക്കിടെന്നുള്ള കമൻ്റ് അവർ വരുമെന്ന് പറയും. പക്ഷേ അവനും ഞാനും സിനിമയിൽ വന്നത് ഒരേ സിനിമയിലാണ്. എൻ്റെ ആദ്യ സിനിമ തന്നെയാണ് അവൻ്റെ ആദ്യ സിനിമ.
10 വർഷം മുമ്പാണ് അവൻ സിനിമയിൽ വന്നത്. 10-11 വർഷം 2013 അവനും സിനിമയിലെത്തി, ഞാനും സിനിമയിലെത്തി. അവനും ഇത്രയും വർഷത്തെ ഒരു എൻ്റെ സിനിമ എക്സ്പീരിയൻസിൻ്റെ അത്രയും തന്നെ അവൻ സിനിമയിലെത്തിയിട്ട് ഇത്രയും വർഷങ്ങൾ അവനും കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം അവൻ പഠിക്കുകയും ചെയ്തു. അവൻ ഫിലിം മേക്കിംഗ് പഠിച്ചു. അവൻ ഒരു ഡിഗ്രി അവൻ കംപ്ലീറ്റ് ചെയ്തു. അവൻ അതിൻ്റെ പുറകെ തന്നെ ഉണ്ടാകും. സാർ, ഏതൊരു സംവിധായകൻ്റെയും വലിയൊരു ആഗ്രഹമാണ് ലാലേട്ടനെയും മമ്മൂക്കയും അവരെ വെച്ചൊരു സിനിമ ചെയ്യാന്നുള്ളത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ചിന്ത സാറിൻ്റെ പ്ലാനിലുണ്ടോ? ചിന്തകളുണ്ടായിട്ടുണ്ട്. പക്ഷേ എനിക്കതൊരു കംപ്ലീറ്റ് ചെയ്തിട്ടൊരു ഈ തിരക്കഥ ഒരിടത്ത് പോയി ഇത്രയും ലെജൻസ് ആയിട്ടുള്ള ആക്ടേഴ്സാണ്. അപ്പോൾ അവരുടെ എത്രയോ സിനിമകൾ നമ്മൾ ചെറുപ്പം തൊട്ട് കാണുന്നതാണ്. ഇത് അങ്ങനെ ഒരു പരിപൂർണ തിരക്കഥയിലേക്ക് എത്തിച്ചിട്ട് എനിക്ക് അവരുടെ അടുത്ത് പിച്ച് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അങ്ങനെ ഒരു പരിപൂർണ തിരക്കഥയായിട്ട് പിച്ച് ചെയ്തിട്ടില്ല ഇതുവരെ ഇത്രയും വർഷങ്ങളുടെ ഇടയ്ക്ക്. പിച്ച് ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടില്ല. അങ്ങനെ ഒരു തിരക്കഥ എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ തിരക്കഥ ഉണ്ടാകുന്ന പോയിന്റിൽ ഞാൻ ഒരു പക്ഷേ തീർച്ചയായിട്ടും ശ്രമിച്ചു നോക്കും. നടക്കില്ല എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഇതുവരെ അതിൻ്റെ ചർച്ചകൾ നടന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു ഇനിഷ്യൽ ഒക്കെ നടന്നിട്ടൊക്കെ ഉണ്ട്. പക്ഷേ അതിലേക്ക് പൂർത്തിയാക്കാൻ റൈറ്റർ എന്നുള്ള രീതിയിൽ എനിക്കത് പൂർത്തിയാക്കാൻ പറ്റിയിട്ടില്ല. സാർ, ഇപ്പോൾ മലയാള സിനിമയിലൊരു ട്രെൻഡാണ്, പ്രത്യേകിച്ച് യൂത്തിനെയൊക്കെ ഒരുപാട് ആകർഷിക്കുന്ന ഒരു ട്രെൻഡാണ് ഈ ഹൊറർ കോമഡി എന്ന് പറയുന്നത്. അപ്പോൾ സാറ് വളരെയധികം കോമഡി നല്ലോണം ട്രീറ്റ് ചെയ്യുന്ന ഒരു സംവിധായകനാണ്. അപ്പോൾ ഒരു ഹൊറർ കോമഡി രീതിയിലുള്ളൊരു സിനിമ എടുക്കുക, അത് എബ്രിഷൻ്റെ ഒരു ശൈലിയിൽ ഇതുപോലെ ക്യാരക്ടർ ഡ്രിവൺ ആയിട്ടുള്ള, സിറ്റുവേഷൻ ഡ്രിവൺ ആയിട്ടുള്ള ഒരു ഹൊറർ കോമഡി സിനിമ, അങ്ങനെ എന്തെങ്കിലും ചിന്തയുണ്ടോ? ഒന്നാമത്തെ ഞാൻ ഹൊറർ സിനിമകൾ കാണാറില്ല. കാരണം എനിക്ക് പ്രേതങ്ങളെ പേടിയാണ്. അല്ല, ഇതൊരു കോമഡിയാണ്. അതെ. അപ്പം ഞാൻ ഈ ഒരു പ്രേതപ്പടവും കാണാത്ത ഒരു മനുഷ്യനായതുകൊണ്ട് ഞാനൊരു ഹൊറർ സിനിമയും കാണാറില്ല. ഞാൻ പണ്ട് രാം ഗോപാൽ വർമ്മയുടെ ഭൂത്ത് എന്ന സിനിമ കൊണ്ട് പേടിച്ചു പോയതാണ്. പിന്നെ ഞാൻ രാത്രി ഞാൻ ആക്ഷൻ ഹീറോ ബിജു സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാ പോലീസ് സിനിമകളും തപ്പിയിരുന്ന് കണ്ടുകൊണ്ടിരിക്കുക. നമ്മൾ ചെയ്യുന്നത് പോലത്തെ സിനിമ വേറെ ഉണ്ടോ, ആ സിനിമ അത്തരത്തിലുള്ള രംഗങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടും സിനിമ എങ്ങനെയൊക്കെയാണ് പോലീസ് സിനിമകൾ വന്നിട്ടുള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ടും സിനിമ കണ്ടുകൊണ്ട് രാത്രിയിൽ ഞാൻ ഒറ്റയ്ക്കിരുന്ന് സിനിമ കണ്ടുകൊണ്ടിരിക്കുക. ആമിർ ഖാൻ്റെ സിനിമ തലാഷ് എന്ന സിനിമ കണ്ട് പാതിരാത്രി 1 മണിയായപ്പോഴത്തേക്കും പെട്ടെന്ന് പ്രേതം കയറി വന്നു. ഞാൻ ഞെട്ടിപ്പോയി. എൻ്റെ മറ്റേ നട്ടലിൽ കൂടെ ഒരു തരിപ്പങ്ങ് പോയി. അത്രയും പ്രേതപ്പേടിയുള്ള ഒരാളാണ് ഞാൻ. അത് ചിലപ്പോൾ ആ ഞെട്ടൽ എനിക്ക് ആസ്വദിക്കാൻ പറ്റുന്നില്ല. പ്രേതപ്പെടുമ്പോൾ പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് വെച്ച അപ്രതീക്ഷിത എൻ്റർ ചെയ്യുന്നു, ടെൻഷൻ ബിൽഡിങ്, ഈ സാധനം എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല. മനസ്സിലായില്ലേ? എനിക്ക് തിയേറ്ററിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് വെച്ചിട്ട് ഞാനങ്ങനെ ചെയ്തു കൂടുന്നില്ല. ഞാൻ എൻ്റെ എല്ലാ പേടികളും വെച്ചിട്ട് ചിലപ്പോൾ ഒരു സിനിമ ചെയ്തേക്കാം. സാറിൻ്റെ പേടികൾ ഫോക്കസ് ചെയ്തിട്ടല്ലേ? അറിഞ്ഞുകൂടാ. പക്ഷേ ചിലപ്പോൾ വണ്ടി നമ്മൾ പാതിരാത്രിക്ക് ഒറ്റയ്ക്ക് ഓടിച്ചു പോകുമ്പോൾ എനിക്കൊന്ന് വണ്ടിയുടെ പുറകിലാതെ ഇരിപ്പുണ്ടോ എനിക്കൊരു സംശയം തോന്നും. ഒറ്റയ്ക്ക് പോകുമ്പോൾ ഈ പുറകിലൊരു ആരെങ്കിലും വന്നിരിപ്പുണ്ടോ ഒക്കെ ചിലപ്പോൾ തോന്നും. ചിലപ്പോൾ അപ്പം ഞാൻ ഒറ്റയ്ക്ക് പതുക്കെ മിററിൽ നോക്കും. അതെല്ലാം കൂടെ വെച്ചൊരു സിനിമ ഉണ്ടാക്കാവുന്നതാണ്. അല്ലെങ്കിൽ സിനിമ ഉണ്ടാക്കാൻ ഞാനിങ്ങനെ പറഞ്ഞതാണ്. ഞാൻ പലരും നമ്മുടെ സുഹൃത്തുക്കൾ ഹൊറർ സിനിമ ചെയ്തിട്ടൊന്ന് പോയി കാണാൻ പറയുമ്പോൾ ഞാനത് പോയി കാണാറില്ല. ഒന്നാമത് എനിക്കറിയാം അപ്പുറത്തെ ഒരു ഒച്ച ഉണ്ടാക്കും. ഒരു സൈലൻസ് കേൾപ്പിച്ച് അപ്പുറത്ത് പേടിപ്പിക്കാൻ സാധനം ഇവർ ഇടുന്നത് എനിക്കറിയാം. വെറുതെ എന്തിനാ നമ്മൾ പൈസ കൊടുത്ത് പോയി പേടിക്കുന്നത് ഞാൻ നോക്കും. ലോകയൊക്കെ സാറ് കണ്ടില്ലേ? അതൊരു തരത്തിലൊരു ലോക പിന്നെ അങ്ങനെ ഹൊറർ മൂവി ആയിട്ട് തോന്നിയില്ല. കോമഡി എലമെന്റ് അതിനകത്ത് ഉണ്ടല്ലോ. ലോക അങ്ങനെ ഹൊറർപ്പണായിട്ട് എനിക്ക് തോന്നിയില്ല. അതൊരു ഇൻട്രസ്റ്റിംഗ് ആയ ഭയങ്കര രസമുള്ളൊരു പരിപാടിയായിരുന്നു. അതെ. ഏതായാലും താങ്ക് യു വെരി മച്ച് സാർ. വളരെയധികം ഇൻഫോർമേഷൻസ് സാറിൻ്റെ ഫിലിം മേക്കിങ്ങിനെ കുറിച്ചും മറ്റ് ടെക്നിക്സിനെ കുറിച്ചും